ഹലോ ഗുഡ് മോർണിംഗ് വെൽക്കം ടു ലെർണിനോ. നമ്മൾ ഈ ഒരു വീഡിയോയിൽ മൊഡ്യൂൾ 2 പാർട്ട് ബി റിവിഷനാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ മൊഡ്യൂൾ 2-ൽ വരുന്ന എല്ലാ വലിയ ക്വസ്റ്റ്യൻസും പാർട്ട് ബിയിൽ ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം തന്നെ നമ്മൾ ഏകദേശം ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഇതിൽ പ്രോബ്ലംസ് ചോദിക്കാൻ പറ്റും. നമുക്ക് ഈ പറയുന്ന നമ്മുടെ മോട്ടറിന്റെ പോർഷനുകളിൽ നിന്ന് നമുക്ക് പ്രോബ്ലംസ് എക്സ്പെക്ട് ചെയ്യാം. പിന്നെ ഒരു തിയറി പോർഷൻസ് ആണ് നമുക്ക് കൂടുതലും വരുന്നത് അല്ലേ. ഈ എനർജി കൺവേർഷൻസുകൾ വരുന്നുണ്ട്, ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റ് വരുന്നുണ്ട്, സോളാർ വരുന്നുണ്ട്. അപ്പൊ അതൊക്കെ ഒരു തിയറി പോർഷൻസ് ആണ്. പിന്നെ നമുക്ക് പ്രോബ്ലംസ് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞ പോലെ തന്നെ AC DC മോട്ടറുകളിൽ നിന്നാണ് നമുക്ക് പ്രോബ്ലംസ് കൂടുതലായിട്ട് എക്സ്പെക്ട് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഈ ഒരു റിവിഷനിൽ നമ്മൾ പ്രോബ്ലംസും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ തിയറീസും വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് ചിലപ്പോൾ ഈ പാർട്ട് ബി എന്ന് പറയുന്നത് എല്ലാം ഫുൾ മാർക്കിന് ചോദിക്കണം എന്നില്ല, ചിലപ്പോൾ സ്പ്ലിറ്റ് ചെയ്തിട്ടായിരിക്കും ചോദിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഓരോ ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് വൺ നോക്കൂ. വിത്ത് എ നീറ്റ് ബ്ലോക്ക് ഡയഗ്രാം എക്സ്പ്ലെയിൻ എ ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റ്. നമ്മൾ തന്നെ ഒരു ഫസ്റ്റ് തിയറി ക്വസ്റ്റ്യൻ ആണ്. ഒരു ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റിന്റെ ഒരു ബ്ലോക്ക് ഡയഗ്രത്തോട് കൂടി അതിന്റെ വർക്കിംഗ് എന്തൊക്കെയാണെന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ. അപ്പോൾ നമുക്കറിയാം ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റ് എന്ന് പറയുന്നത് ഒരു ജനറേറ്റിംഗ് സ്റ്റേഷൻ ആണ്. എനർജീനെ, അതായത് വാട്ടർ ഹൈ ലെവലിലുള്ള വാട്ടറിന്റെ പൊട്ടൻഷ്യൽ എനർജീനെ ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന ഒരു ജനറേറ്റിംഗ് സ്റ്റേഷൻ ആണ് ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റ് എന്ന് പറയുന്നത്. നമുക്കറിയാം ഈ പവർ പ്ലാന്റ് ഒക്കെ നമ്മൾ ഏകദേശം ഒരു ഹിൽസ് ഏരിയയിലാണ് നമുക്ക് ഡൊക്കേറ്റ് ചെയ്യുന്നത്. അതായത് ഡാമുകൾക്ക് എവിടെയാണോ നമുക്ക് നിൽക്കാൻ പറ്റുന്നത്, കൂടുതൽ വാട്ടറിനെ കൂടുതലായിട്ട് നമുക്ക് റിസർവോയേഴ്സ് കണ്ടന്റ് സൂക്ഷിക്കാൻ പറ്റുന്ന ഏരിയ, അങ്ങനെയുള്ള സ്ഥലങ്ങളാണ് നമ്മൾ ഈ ഒരു ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റ് നിർമ്മിക്കുന്നത് അല്ലെ. അപ്പൊ ഇതിന്റെ ഒരു സ്കീമാറ്റിക് ഡയഗ്രാം ആണ് നമ്മളിവിടെ കാണുന്നത്. നമുക്കൊരു റിസർവോയർ ഉണ്ടാകും, ഒരു ഡാം വരുന്നുണ്ട്, പിന്നെ അതിന്റെ കുറെ പോർഷൻസ്, സർജ് ടാങ്ക് വരുന്നുണ്ട്, പ്രഷർ ടണൽ വരുന്നുണ്ട്, വാൽവ് ഹൗസ്, ഗേറ്റ്, പവർ ഹൗസ് അല്ലെ, ഇതൊക്കെയാണ് നമുക്ക് വരുന്നത്. അപ്പൊ റിമൈനിങ് വാട്ടർ ആണ് നമ്മൾ ഈ ഒരു റിവറിലേക്ക് പോകുന്നത് ഒരു ഡ്രാഫ്റ്റ് ട്യൂബ് വഴി. ഓക്കെ, നമുക്കിനി ഓരോന്നിന്റെയും വർക്കിംഗ് എന്താണെന്നുള്ളത് അല്ലെങ്കിൽ ഓരോന്നിന്റെയും ഡ്യൂട്ടി എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പൊ ഒരു ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റിൽ ഡാം എന്ന് പറയുന്നത് നമ്മൾ ഒരു റിവറിന് അക്രോസ് ആയിട്ടാണ്, നമുക്ക് അറിയുന്നതാണ് അല്ലെ. ഒരു റിവറിനോ അല്ലെങ്കിൽ ഒരു ലേക്കിനോ അക്രോസ് ആയിട്ടാണ് നമ്മളിത് കൺസ്ട്രക്ട് ചെയ്യുന്നത്. ഇപ്പൊ ഈ വെള്ളം, ഈ ഒരു കാച്ച്മെന്റ് ഏരിയയിൽ വരുന്ന വെള്ളം എന്ത് ചെയ്യുന്നുണ്ട്, ഡാമിന്റെ ബാക്കിൽ ആ ഒരു റിസർവോയർ ഫോം ചെയ്തിട്ട് കളക്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. പിന്നെ നമുക്ക് ഇവിടെ ഒരു പ്രഷർ ടണൽ വരുന്നുണ്ട്. നോക്കൂ, ഈ ഒരു പ്രഷർ ടണൽ വരുന്നുണ്ട്. ഇതെന്ന് പറയുന്നത് ഈ പറയുന്ന റിസർവോയറിനും അതുപോലെ തന്നെ വാൽവ് ഹൗസിനും ബിറ്റ്വീൻ ആയിട്ടാണ് നമുക്ക് ഈ ഒരു പ്രഷർ ടണൽ നമ്മൾ നിർമ്മിച്ചിരിക്കുന്നത്. ഇത് എന്ത് ചെയ്യാന്ന്, ഈ വാൽവ് ഹൗസിലേക്ക് ഈ പറയുന്ന പെൻസ്റ്റോക്ക് അല്ലെ, പെൻസ്റ്റോക്കിന്റെ അവിടെ നിന്നും ഒരു ഹ്യൂജ് സ്റ്റീൽ പൈപ്പ് വഴി വെള്ളത്തിനെ ഹൗസ് ഇവിടെ നിന്നും ഇവിടേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ളതാണ് ഈ ഒരു പ്രഷർ ടണൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു ഡാമിൽ നിന്നും വലിയൊരു സ്റ്റീൽ പൈപ്പ് ആയിരിക്കും ഉണ്ടാകുന്നത്. അപ്പൊ നല്ല ഹൈ പ്രഷറോട് കൂടിയിട്ടുള്ള വെള്ളമാണ് നമ്മുടെ ഈ ഒരു വാൽവ് ഹൗസിലേക്ക് എത്തുന്നത്. ഇനി ഈ വാൽവ് ഹൗസിൽ നമുക്ക് മെയിൻ ആയിട്ട് എന്താണ്, ഒരു സ്ലൂസ് വാൽവുകൾ വരുന്നുണ്ട്. അത് എന്ത് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞാൽ പവർ ഹൗസിൽ നിന്നും ബാക്കി വരുന്ന താഴത്തേക്ക് വെള്ളം പോകുന്നതിനെ കൺട്രോൾ ചെയ്യുകയാണ്. എത്രത്തോളം രീതിയിലാണ്, എത്രത്തോളം അളവിലാണ് വെള്ളം പോകേണ്ടത് എന്നുള്ളത് കൺട്രോൾ ചെയ്യുകയാണ് ഈ പറയുന്ന വാൽവ് ഹൗസ് എന്ന് പറയുന്നത്. ഓക്കെ, അതേപോലെ തന്നെ ഇവിടെ നമുക്ക് ഒരു പെൻസ്റ്റോക്ക് എന്തെങ്കിലും ബേസ്റ്റ് ആവുകയോ അങ്ങനെ എന്തെങ്കിലും കേസസ് വരികയാണെങ്കിൽ ഈ വാൽവ് ഹൗസ് എന്ത് ചെയ്യണം, ഓട്ടോമാറ്റിക് ആയിട്ട് സ്റ്റോപ്പ് ആകണം അല്ലെ. അതായത് വെള്ളത്തിന്റെ ഫ്ലോ എന്ത് ചെയ്യണം, ഓട്ടോമാറ്റിക് ആയിട്ട് സ്റ്റോപ്പ് ചെയ്യണം. അതൊക്കെയാണ് ഈ പറയുന്ന വാൽവ് ഹൗസിന്റെ ഡ്യൂട്ടീസ് എന്ന് പറയുന്നത്. അതിനുശേഷം ഈ പറയുന്ന വാൽവ് ഹൗസിൽ നിന്ന് വരുന്ന വെള്ളം എന്ന് പറയുന്നത് നമ്മൾ താഴെ വെച്ചിരിക്കുന്ന ടർബൈൻ, ആ ഒരു പെൻസ്റ്റോക്ക് വഴി ടർബൈൻ റൊട്ടേറ്റ് ചെയ്യുന്നതിന്, കറക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുകയാണ്. അപ്പൊ ഈ വാട്ടർ ടർബൈൻ എന്ത് ചെയ്യുന്നുണ്ട്, ഹൈഡ്രോളിക് എനർജി വരുന്ന വെള്ളത്തിന്റെ ഹൈഡ്രോളിക് എനർജീനെ മെക്കാനിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുകയാണ്. അപ്പൊ ഈ ടർബൈൻ എന്ത് ചെയ്യുന്നുണ്ട്, ടർബൈനിൽ കണക്റ്റഡ് ആയിട്ട് വരുന്നത് നമുക്കൊരു ആൾട്ടർനേറ്റർ ആണ്. അപ്പൊ ആൾട്ടർനേറ്റർ എന്താ ചെയ്യുന്നത് നമുക്കറിയാം, മെക്കാനിക്കൽ എനർജീനെ ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുകയാണ്. അതെങ്ങനെ ചെയ്യുന്നത്, അവിടെ നമുക്ക് ഒരു ടർബൈൻ അതിലേക്ക് കണക്ട് ചെയ്തുകൊണ്ട് ഈ ടർബൈൻ കറങ്ങുന്നതിനനുസരിച്ച് അവിടെ വരുന്ന മെക്കാനിക്കൽ എനർജീനെ നമ്മൾ ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുകയാണ്. ഇങ്ങനെയാണ് നമുക്കൊരു ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഒരു ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റിൽ നമുക്ക് ഒരു സർജ് ടാങ്ക് നമ്മൾ പറഞ്ഞു അല്ലെ. അതെന്ന് പറയുന്നത് ആ ഒരു ടോപ്പിൽ ഓപ്പൺ ആയിട്ടാണ്, അതിന് വേണ്ടിയാണ് വാൽവ് ഹൗസിന് തൊട്ട് ബിഫോർ ആയിട്ടാണ് നമ്മളത് പ്ലേസ് ചെയ്തിരിക്കുന്നത്. ഈ സർജ് ടാങ്ക് പെൻസ്റ്റോക്കിൽ നിന്ന് പൊട്ടിത്തെറിക്കുക അല്ലെങ്കിൽ ബേസ്റ്റ് ആകുകയോ, എന്തെങ്കിലും ടർബൈൻ ഗേറ്റ് പെട്ടെന്ന് ക്ലോസ് ആവുകയോ, ഇലക്ട്രിക്കൽ ലോഡ് കാരണങ്ങളോ അങ്ങനെ എന്തെങ്കിലും കാരണം ക്ലോസ് ആവുകയോ അങ്ങനെ എന്തെങ്കിലും വരുമ്പോൾ ഈ പറയുന്ന പെൻസ്റ്റോക്ക് പെട്ടെന്ന് പൊട്ടാൻ പാടില്ല, പൊട്ടിത്തെറിക്കാൻ പാടില്ല അല്ലെ. അതിൽ നിന്നൊരു പ്രൊട്ടക്ഷൻ ആണ് ഈ ഒരു സർജ് ടാങ്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇപ്പൊ ടർബൈന്റെ ഗേറ്റ് ക്ലോസ്
ക്ലോസ് ആവുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ വാട്ടർ ലോവർ എൻഡ് ഓഫ് ദ പെൻ സ്റ്റോക്കിൽ നിന്ന് വരുന്ന ആ ഒരു വെള്ളം എന്ത് ചെയ്യുന്നുണ്ട്, സ്റ്റോപ്പ് ആകും. അങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ പറയുന്ന പെൻ സ്റ്റോക്ക് പെട്ടെന്ന് പൊട്ടിത്തെറിക്കാനായിട്ട് സാധിക്കും. അപ്പൊ ഇങ്ങനെ ഒരു കേസ് വരുന്ന അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വരണ സമയത്ത് ഈ സർജ് ടാങ്ക് എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ ഈ പറയുന്ന പ്രഷറിനെ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു വാട്ടർ ലെവൽ ഇൻക്രീസ് ചെയ്തിട്ട് അതിന്റെ വാട്ടർ ലെവൽ ഇൻക്രീസ് ചെയ്യുമ്പോൾ അവിടുത്തെ പ്രഷർ നമുക്ക് കുറയും. ഓട്ടോമാറ്റിക്കലി ഇവിടെ ഈ വെള്ളം കൂടുതലായിട്ട് ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്താകും, നമുക്ക് ഇതിലൂടെ ഉണ്ടാകുന്ന പ്രഷർ നമുക്ക് ഒരുവിധം കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വെള്ളത്തിന്റെ പ്രഷറിനെ കൺട്രോൾ ചെയ്യാനും അതേപോലെ തന്നെ പെൻ സ്റ്റോക്കിനെ പ്രൊട്ടക്ട് ചെയ്യുന്നതിനും വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു സർജ് ടാങ്ക് എന്ന് പറയുന്നത് ഈ പറയുന്ന റിസർവോയറിനും വാൽവ് ഹൗസിനും ബിറ്റ്വീൻ ആയിട്ട് നമ്മൾ പ്ലേസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇത്രയാണ് നമ്മുടെ ഈ ഒരു ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റിന്റെ വർക്കിംഗ് എന്താന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. അപ്പൊ നമ്മൾ ഒരു ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, ഫസ്റ്റ് ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റ് എന്താന്നുള്ളത് ഒരു 2-3 ലൈനിൽ നമ്മൾ എഴുതുക, അല്ലെങ്കിൽ ഒരു പാരഗ്രാഫ് പോലെ നമ്മൾ എഴുതിയിട്ട് ഈ ഒരു ഫിഗർ നല്ല നീറ്റ് ആയിട്ട് വരയ്ക്കുക. അതിനുശേഷം ഓരോന്നിന്റെയും ഫംഗ്ഷൻ എന്താന്നുള്ളത് പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് എഴുതിയാൽ മതി. ഓക്കെ, ഇങ്ങനെയാണ് നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യേണ്ടത്. ഇനി ഇതിന്റെ കൂടെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിന്റെ അഡ്വാൻറ്റേജുകൾ എന്തൊക്കെയാണ്, ഡിസഡ്വാൻറ്റേജുകൾ എന്താണ്, അതും കൂടി നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ്. ഇപ്പൊ അഡ്വാൻറ്റേജ് എന്ന് പറയുമ്പോൾ എന്താണ്, നമുക്ക് ഡാമിൽ പ്രത്യേകിച്ച് നമ്മൾ വെള്ളം വേറെ എവിടുന്ന് കൊണ്ടുവന്ന് ഫില്ല് ചെയ്യല്ല അല്ലെ, ഓട്ടോമാറ്റിക് ആയിട്ട് വരുന്ന ആ ഒരു റെയിൻ വാട്ടർ, അതുപോലെ തന്നെ വേറെ എവിടെന്നെങ്കിലും വരുന്ന റിവർ വാട്ടർ, ഇതൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇതൊരു റിന്യൂവബിൾ എനർജി സോഴ്സ് ആയിട്ടാണ് നമുക്ക് വരുന്നത്. അതേപോലെ തന്നെ ഈ ഡാം കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത് ലോക്കൽ, അതായത് ആ ഒരു ഭാഗങ്ങളിൽ വരുന്ന നമുക്ക് വെള്ളം അല്ലെ, കൃഷിക്കാർക്കൊക്കെ വെള്ളം കൊടുക്കുന്നതിനും അതുപോലെ തന്നെ ഫ്ലഡ് മാനേജ്മെന്റിന്, ഇതൊക്കെ ഈ ഒരു ഡാമിന്റെ കൺസ്ട്രക്ഷൻ നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ ഒരു ജനറേറ്റിംഗ് പവർ എന്ത് ചെയ്യുന്നുണ്ട്, പ്രത്യേകിച്ച് പൊല്യൂഷൻസ് ഒന്നും കൂടെ വരില്ല. നമുക്ക് നമ്മൾ ആ കോമ്പണൻസുകൾ കണ്ടു, പൊല്യൂട്ട് ആകുന്ന കെമിക്കൽസുകളൊന്നും നമ്മൾ വെള്ളത്തിൽ ആഡ് ചെയ്യുകയോ അങ്ങനത്തെ ഒന്നും തരില്ല. അതിന്റെ ആഫ്റ്റർ ആയിട്ട്, അതായത് നമ്മൾ ഈ ഒരു കൺവേർഷന് ശേഷം വരുന്ന വെള്ളം എന്ന് പറയുന്നത് നമ്മൾ നോർമൽ ആയിട്ട് പുഴയിലേക്ക് തന്നെയാണ് നമ്മൾ ഒഴുകി വിടുന്നത്. അപ്പൊ അതുകൊണ്ട് അതിൽ വല്ല കെമിക്കൽസുകളോ അല്ലെങ്കിൽ പൊല്യൂട്ടൻസോ ഒന്നും തന്നെ ഇല്ല. അതേപോലെ തന്നെ ഇതിന്റെ ഓപ്പറേറ്റിംഗ് കോസ്റ്റും നമുക്ക് ഒരു മിനിമൽ ആണ്, അതായത് വളരെ വലിയൊരു എമൗണ്ട് അല്ല നമുക്ക് വരുന്നത്, ഒരു മിനിമൽ കോസ്റ്റ് ആണ് നമുക്ക് വരുന്നത്. ഓക്കെ, ഇനി ഇതിന് നമുക്ക് ഡിസഡ്വാൻറ്റേജുകൾ ഉണ്ട്. അപ്പൊ നമ്മൾ അഡ്വാൻറ്റേജുകൾ നോക്കി, ഇതേപോലെ തന്നെ നമുക്ക് കുറച്ച് ഡിസഡ്വാൻറ്റേജുകളും വരുന്നുണ്ട്. അതായത് ഇനിഷ്യൽ ഒരു ലോ റേറ്റ് ഓഫ് റിട്ടേൺ ആണ്, പക്ഷെ ഇനിഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല ഇൻവെസ്റ്റ്മെന്റ് ആണ് നമുക്ക് വരുന്നത്. അതേപോലെ തന്നെ ഡാം നമുക്ക് എല്ലാ ഭാഗങ്ങളിലും കൺസ്ട്രക്ട് ചെയ്യാനായിട്ട് പറ്റില്ല. അത് അതിൻ്റെതായ പല പർട്ടിക്കുലർ സ്പെസിഫിക് പ്ലേസസുകളിലും മാത്രമേ നമുക്ക് ഡാം കൺസ്ട്രക്ഷൻ പ്രൊവൈഡ് ചെയ്യാൻ പറ്റുള്ളൂ. അതേപോലെ തന്നെ ഒരു ലാർജ് പോർഷൻ ഫാം ലാൻഡിലേക്ക് പോകുന്ന ഒരു അണ്ടർ വാട്ടർ ലാർജ് നമുക്ക് കൂടുതലായിട്ട് നമ്മളിവിടെ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് നമുക്ക് മെയിൻ ആയിട്ട് വരുന്ന അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും. അപ്പൊ ഇങ്ങനെയാണ് നമുക്ക് ഈ ഒരു തിയറി ടൈപ്പിലുള്ള ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യേണ്ടത്. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കൂ. എക്സ്പ്ലെയിൻ എ 3-phase 3-wire AC പവർ സപ്ലൈ സ്കീം. നമ്മൾ പഠിച്ചിരുന്നു AC പവർ സപ്ലൈ സ്കീം, 3-phase 3-wire പഠിച്ചിട്ടുണ്ടായിരുന്നു, 3-phase 4-wire നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. നമുക്ക് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് 3-phase 3-wire AC സപ്ലൈ ആണ്. അപ്പൊ 3-phase 3-phase 4-wire 3-phase 3-wire എന്താന്നുള്ളത് നമുക്ക് നോക്കാം. ഒരു 3-phase 3-wire സിസ്റ്റത്തില് സ്റ്റാർ കണക്ഷൻ ഉണ്ട്, അതേപോലെ തന്നെ ന്യൂട്രൽ പോയിന്റ് ഉണ്ടാകും. അതേപോലെ തന്നെ ഇതൊരു ആംഗിൾ കണക്ഷൻ മെത്തേഡ് ആണ്. ജനറൽ ആയിട്ട് നമ്മളൊരു ഹൈ വോൾട്ടേജ് പവർ സപ്ലൈ യൂസസിലാണ് നമ്മൾ ഈ പറയുന്ന 3-phase 3-wire സപ്ലൈ യൂസ് ചെയ്യുന്നത്. എന്നാൽ 3-phase 4-wire എന്ന് പറയുന്നത് ഒരു സ്റ്റാർ കണക്ഷൻ, ന്യൂട്രൽ പോയിന്റ്, ഗ്രൗണ്ടിങ് ആണ് നമുക്ക് വരുന്നത്. 3-phase 3-wire എന്ന് പറഞ്ഞാൽ അൺഗ്രൗണ്ടഡ് ആണ്, എന്നാൽ 3-phase 4-wire എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ വരുന്നത്, ഗ്രൗണ്ടിങ് ആണ്. ഇത് മെയിൻ ആയിട്ട് നമ്മൾ ഒരു ലോ വോൾട്ടേജ് സപ്ലൈക്കാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ലോ വോൾട്ടേജ് സിസ്റ്റത്തിലാണ് നമ്മൾ കൂടുതലായിട്ട് ഈ പറയുന്ന 3-phase 4-wire സിസ്റ്റം നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞു 3-phase 3-wire എന്ന് പറയുന്നത് നമ്മൾ കൂടുതലായിട്ട് ഹൈ വോൾട്ടേജ് സൈഡിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അത് എന്തുകൊണ്ടാണെന്ന് നമുക്ക് നോക്കാം. അപ്പൊ 3-phase സർക്യൂട്ടിൽ നമുക്ക് 3 സൈനുസോയിഡൽ പവർ സോഴ്സുകളാണ് വരുന്നത്. സെയിം ആംപ്ലിറ്റ്യൂഡിലും സെയിം ഫ്രീക്വൻസിയിലും സെയിം ഫേസ് ഡിഫറൻസിലും ഉള്ള 3 സൈനുസോയിഡൽ പവർ സപ്ലൈസ് ആണ് വരുന്നത് അല്ലെ. നമുക്കറിയാം RYB 120 ഡിഗ്രി ആണ് അതിന്റെ ഫേസ് ഡിഫറൻസ് വരുന്നത്. ഇതൊക്കെ നമുക്ക് അറിയുന്ന കാര്യമാണ്. ഇപ്പൊ ഇതിന്റെ ഇമ്പിഡൻസും അതുപോലെ തന്നെ ഓരോ വയേഴ്സിലും കണക്ട് ചെയ്തിരിക്കുന്ന ആ ഒരു പ്രോപ്പർട്ടീസ് ഓഫ് ലോഡ് കണക്റ്റഡ് എല്ലാം സെയിം ആയതുകൊണ്ട് തന്നെ ലോഡ്, ഈ 3 വയറിൽ ഉണ്ടാകുന്ന ലോഡുകൾ എന്ന് പറയുന്നത് എങ്ങനെയാണ്, സിമെട്രിക്കൽ ആണ് അല്ലെ.
സിമെട്രിക്കൽ കണ്ടീഷനിലാണ് നമുക്ക് 3 ഫേസിൽ വരുന്ന ലോഡ് കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഈ ഒരു കണ്ടീഷൻ, ലോഡ് സിമെട്രിയിലായിരിക്കുന്ന കണ്ടീഷനിൽ ടോട്ടൽ കറന്റ്, ആ ഒരു മിഡ് ലൈൻ അല്ലെങ്കിൽ ഓരോ ടോട്ടൽ കറന്റ് എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെയാണ്, ആ ഒരു ഓരോ ടൈമിലും വരുന്ന ടോട്ടൽ കറന്റ് എന്ന് പറയുന്നത് 0 ആണ്. നമുക്ക് അറിയാവുന്ന കേസാണിത്. അപ്പോൾ ഒരു ഡേ ലൈഫിൽ കോമൺ ആയിട്ട് നമ്മൾ ഇലക്ട്രിക്കൽ എക്യുപ്മെന്റ്, ലൈറ്റ് അല്ലെങ്കിൽ വേറെ കുറെ ഹൗസ് ഹോൾഡ് ആപ്ലിയൻസസ്, ഇതൊക്കെ നമ്മൾ സിംഗിൾ ഫേസ് ലോഡിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അത് ബിഗ്ഗസ്റ്റ് ക്യാരക്ടറിസ്റ്റിക്സ് ഈ ഒരു കൈൻഡ് ഓഫ് ഇലക്ട്രിസിറ്റി എന്താന്ന് പറഞ്ഞാൽ, ലോഡ് എന്ന് പറയുന്നത് ചിലപ്പോൾ സ്കാറ്റേഡ് ആകാം അല്ലെങ്കിൽ ഒരു അൺബാലൻസ്ഡ് ആകാം. അത് എന്ത് ചെയ്യുന്നുണ്ട്, ആ ഒരു ഇംപെഡൻസ് ഫ്ലക്ച്വേഷൻസിന് പെട്ടെന്ന് കാരണമാകും. അതുപോലെ തന്നെ ഫേസ് കറന്റ്, ലോഡ് ഫേസ് വോൾട്ടേജ്, ഇതൊക്കെ നമുക്ക് കാരണങ്ങളാകുന്നതിന് റീസൺ ആണ് ഇതൊക്കെ, അല്ലെ? അപ്പോ നമുക്ക് പെട്ടെന്ന് ഒരു ഫേസ് വോൾട്ടേജ് ഹയറോ ലോവറോ അല്ലെങ്കിൽ റേറ്റഡ് വോൾട്ടേജിൽ നിന്നും കൂടുതലോ അങ്ങനെ എന്തെങ്കിലും വരികയാണെങ്കിൽ നമ്മുടെ ഈ ഒരു ന്യൂട്രൽ ലൈൻ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ഡാമേജ് ആകുന്നുണ്ട്. അപ്പൊ അതായത് നമുക്ക് പെട്ടെന്ന് എന്തെങ്കിലും ഒരു ലോഡ് ഫ്ലക്ച്വേഷൻസോ അങ്ങനെ എന്തെങ്കിലും വരികയാണെങ്കിൽ നമ്മുടെ ടോട്ടൽ നെറ്റ്വർക്കും തന്നെ ഡാമേജ് ആകുന്നതിന് കാരണമാകും. അപ്പൊ ഇത് നമ്മൾ എന്ത് ചെയ്യണം, ഇത് ഒഴിവാക്കുന്നതിന് ഒരു ന്യൂട്രൽ ലൈൻ നമ്മൾ യൂസ് ചെയ്യണം. ഓക്കെ, അത് എന്തിനു വേണ്ടിയിട്ടാണ്, 3 ഫേസ് വോൾട്ടേജിനെ ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ന്യൂട്രൽ ലൈൻ നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പൊ ഹൈ വോൾട്ടേജ് സിസ്റ്റത്തില് 3 ഫേസ് ലോഡ് എന്ന് പറയുന്നത് ഒരു ബാലൻസ്ഡ് ലോഡാണ്. അപ്പൊ ഇവിടെ നമുക്ക് എന്താണ്, ഒരു ബാലൻസ് മിഡിൽ ലൈനിന്റെ ആവശ്യം നമുക്ക് വരുന്നില്ല, അല്ലെ? അതുകൊണ്ടാണ് ഈ പറയുന്ന 3 ഫേസ് 3 വയർ സിസ്റ്റം നമ്മൾ ഹൈ വോൾട്ടേജിൽ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഒന്നുമില്ല, നമ്മൾ ലോ വോൾട്ടേജിൽ യൂസ് ചെയ്യുമ്പോൾ എന്തെങ്കിലും ഫ്ലക്ച്വേഷൻസ് വരികയാണെങ്കിൽ അത് നമുക്ക് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. അതിനെ നമുക്ക് ബാലൻസ് ചെയ്യണമെങ്കിൽ ഒരു ന്യൂട്രൽ ലൈൻ യൂസ് ചെയ്യേണ്ട ആവശ്യം വരും. എന്നാൽ ഹൈ വോൾട്ടേജിൽ നമുക്ക് ഈ ഒരു കേസ് വരുന്നില്ല, അല്ലെ? അവിടെ നമുക്കൊരു ബാലൻസ്ഡ് സിസ്റ്റം ആണ്. അവിടെ നമുക്ക് ഇങ്ങനത്തെ ഒരു ഫ്ലക്ച്വേഷൻസുകളോ ഇംപെഡൻസ് ഇംബാലൻസുകളോ അങ്ങനത്തെ ഒന്നും വരാത്തത് കൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ 3 ഫേസ് 3 വയർ സിസ്റ്റം നമുക്ക് ഹൈ വോൾട്ടേജ് ലെവലിലാണ് നമ്മൾ കൂടുതലായിട്ട് പ്രിഫർ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞു 3 ഫേസ് 4 വയർ എന്ന് പറയുന്നത് എന്താണ്, ലോ വോൾട്ടേജ് പവർ ഗ്രിഡിലാണ്. അപ്പൊ നമ്മൾ പറഞ്ഞു അതൊരു സ്റ്റാർ കണക്റ്റഡ് ആണ്, 2 വോൾട്ടേജ് വാല്യൂസ് ആണ് അറ്റ് സെയിം ടൈം വരുന്നത്. ലൈൻ വോൾട്ടേജും വരുന്നുണ്ട്, ഫേസ് വോൾട്ടേജും വരുന്നുണ്ട്. അപ്പൊ ഇത് നമുക്ക് 3 ഫേസ് പവർ അതുപോലെ തന്നെ സിംഗിൾ ഫേസ് ലൈറ്റിംഗ് ഒക്കെ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കോമൺ ആയിട്ട് നമ്മൾ ലോ വോൾട്ടേജ് എന്ന് പറയുന്നത് 380/220 വോൾട്ട് ആയിരിക്കും. ഇതെന്ന് പറയുന്നത് ഒരു 3 ഫേസ് AC മോട്ടറിന് നമുക്ക് റൺ ചെയ്യാനായിട്ട് സാധിക്കില്ല, അല്ലെ? പക്ഷേ ഇതൊരു സിംഗിൾ ഫേസ് 220 ലൈറ്റിംഗ് പവർ സപ്ലൈക്ക് പറ്റുന്നുണ്ട്. അതേപോലെ തന്നെ ഒരു 3 ഫേസ് ലോഡ് എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും, ഒരു അസിമെട്രിക് ആയിട്ടാണ് വരുന്നത്. കാരണം ആ ഒരു ന്യൂട്രൽ ലൈൻ ഇംപെഡൻസിന്റെ ഒരു കോണ്ടിന്യൂസ് ആയിട്ട് എഫക്റ്റ് വരുന്നത് കൊണ്ട് തന്നെ ഒരു അസിമെട്രിക് ആയിട്ടാണ് നമുക്ക് വരുന്നത്. അപ്പൊ വോൾട്ടേജ് ഡിസ്പ്ലേസ്മെന്റ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ന്യൂട്രൽ പോയിന്റിൽ വരുന്ന വോൾട്ടേജ് ഡിസ്പ്ലേസ്മെന്റ് ഒക്കെ നമുക്ക് എലിമിനേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഈ ഒരു 3 ഫേസ് 4 വയർ എന്ന് പറയുന്നത് നമ്മൾ ലോ വോൾട്ടേജ് പവർ ഗ്രിഡിൽ നമ്മൾ കൂടുതലായിട്ട് പ്രിഫർ ചെയ്യുന്നത്. നോക്കൂ, ഇതാണ് നമുക്ക് വരുന്ന ആ ഒരു 3 ഫേസ് 4 വയർ എന്ന് പറയുന്നത്. അപ്പൊ ഇതാണ് നമുക്ക് L1 L2 L3 ഈ ഒരു ന്യൂട്രൽ ലൈൻ വരുന്നുണ്ട്. അത് എന്തുകൊണ്ടാണ് പറഞ്ഞാൽ ആ ഒരു ഇംബാലൻസ് വരുന്നത് കൊണ്ടാണ്. ഓക്കെ, ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്, what is the need for earthing? Give an account of different types of earthing. അപ്പൊ എർത്തിങ് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ നമുക്കൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. എർത്തിങ് എന്താണ്, അതിന്റെ ആവശ്യം എന്താണ്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് എർത്തിങ്, ഇത് നമുക്കൊരു ഇമ്പോർട്ടന്റ് ആയിട്ടൊരു തിയറി ക്വസ്റ്റ്യൻ ആണ്, എന്തായാലും പഠിക്കണം. ഓക്കെ, അപ്പൊ എർത്തിങ് എന്ന് പറഞ്ഞാൽ എന്താണ്, ചില ഏരിയ, ഒരു ഇലക്ട്രിക് പവർ സിസ്റ്റത്തിന്റെ ചില ഏരിയകള് നമ്മൾ എർത്തിലേക്ക് കണക്ഷൻ കൊടുത്തിരിക്കുകയാണ്. ഒരു ലോ റെസിസ്റ്റൻസ് വയർ വഴിയായിട്ട് നമ്മൾ എർത്തിലേക്ക് കൊടുത്തിരിക്കുകയാണ്. അത് എന്തിനു വേണ്ടിയിട്ടാണ്, ഒരു സേഫ്റ്റി പർപ്പസിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പൊ ലോ റെസിസ്റ്റൻസ് വയർ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ലീസ്റ്റ് റെസിസ്റ്റൻസ് പാത്ത് ആയിരിക്കും. ലീക്കേജ്, ഫോൾട്ട് കറന്റോ ഇലക്ട്രിസിറ്റിക്കോ വേണ്ടിയിട്ടുള്ള ഒരു ലീസ്റ്റ് റെസിസ്റ്റൻസ് പാത്താണ് ഈ പറയുന്ന എർത്തിങ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഒരു ലോ റെസിസ്റ്റൻസ് വയർ എന്ന് പറയുന്നത്. അപ്പൊ എർത്തിങ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് കണക്ടിങ് നോൺ കറന്റ് ക്യാരിയിങ് പാർട്ട്, അല്ലെ? ഒരു ഇലക്ട്രിക്കൽ സിസ്റ്റത്തിന്റെ ഒരു നോൺ കറന്റ് ക്യാരിയിങ് പാർട്ട് എർത്തിലേക്ക് കൊടുക്കുന്ന ഒരു ലോ റെസിസ്റ്റൻസ് പാത്തിനെയാണ് അല്ലെങ്കിൽ ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എർത്തിങ് എന്ന് പറയുന്നത്. ഓക്കെ, ഒരു ലോ റെസിസ്റ്റൻസ് കണ്ടക്ടർ വഴിയാണ് നമ്മൾ ഈ ഒരു നോൺ കറന്റ് ക്യാരിയിങ് പാർട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ആ ഒരു പാത്ത് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇനി നമുക്ക് എന്തുകൊണ്ടാണ് എർത്തിങ് നെസസറി ആണെന്ന് പറയുന്നതെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് എന്ന് പറയുന്നത് സേഫ്റ്റി ഓഫ് ഹ്യൂമൻ ലൈഫ്സ് ആണ്, അല്ലെ? നമ്മുടെ ഹ്യൂമൻ ലൈഫിനെ നമുക്ക് പ്രൊട്ടക്ട് ചെയ്യുന്നതാണ്. ഇലക്ട്രിക് ഷോക്കുകൾ, എന്തെങ്കിലും ഒരു ഇൻസുലേഷൻ ഫെയിലിയറോ അല്ലെങ്കിൽ ലീക്കേജ് കറന്റോ കാരണം നമുക്ക് എന്തെങ്കിലും ഒരു ഷോക്ക് വരികയാണെങ്കിൽ അതിൽ നിന്നും നമ്മളെ പ്രൊട്ടക്ട് ചെയ്യുന്നതിനാണ് എർത്തിങ് വരുന്നത്. അതേപോലെ തന്നെ എക്യുപ്മെന്റുകൾ, അല്ലെ? അപ്പൊ എന്തെങ്കിലും
ഫോൾട്ടി കറന്റ് വരികയോ അതല്ലെങ്കിൽ എന്തെങ്കിലും എക്യുപ്മെന്റുകളിൽ എന്തെങ്കിലും കംപ്ലൈന്റ് വരികയാണെങ്കിൽ അതിനെ പ്രൊട്ടക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എർത്തിങ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. വോൾട്ടേജ് സ്റ്റെബിലൈസേഷൻ അല്ലെ, ഒരു കോൺസ്റ്റന്റ് വോൾട്ടേജ് എന്തെങ്കിലും ഒരു ഫോൾട്ട് കണ്ടീഷൻസോ അല്ലെങ്കിൽ ലൈറ്റ്നിങ് കണ്ടീഷൻ സമയങ്ങളിലൊക്കെ നമുക്ക് ഒരു വോൾട്ടേജ് സ്റ്റെബിലൈസേഷൻ പ്രൊവൈഡ് ചെയ്യാനായിട്ട് എർത്തിങ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഫയർ ഹസാർഡുകൾ അല്ലെ, എന്തെങ്കിലും ഒരു ഹൈ ഫോൾട്ട് കറന്റ് ട്രിപ്പ് എന്തെങ്കിലും വരികയാണെങ്കിൽ അതിൽ നിന്ന് നമുക്ക് നമ്മുടെ ഡിവൈസുകളെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് അല്ലെ, ലൈക്ക് MCB ഉണ്ട്, ഫ്യൂസസ് ഉണ്ട്, ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ ഒരു ഫയർ ഹസാർഡിൽ നിന്ന് നമുക്ക് ഹെൽപ്പ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ട്. പിന്നെ ഒരു റെഫറൻസ് പൊട്ടൻഷ്യൽ ആണ്, ഒരു സ്റ്റേബിൾ റെഫറൻസ് പോയിന്റ് നമുക്ക് പ്രൊവൈഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പൊ ഇതൊക്കെയാണ് മെയിൻ ആയിട്ട് എന്തുകൊണ്ടാണ് നമുക്ക് എർത്തിങ് നെസസറി എന്ന് പറയുന്നതിനുള്ള റീസൺസ്. ഇനി ഇതിന്റെ ഡിഫറെന്റ് ടൈപ്പുകൾ നോക്കുകയാണെങ്കിൽ പ്ലേറ്റ് എർത്തിങ് വരുന്നുണ്ട്. ഒരു GI അല്ലെങ്കിൽ ഗാൽവനൈഡ് അയൺ അല്ലെങ്കിൽ കോപ്പർ പ്ലേറ്റ് ആണ് നമ്മൾ കൂടുതലായിട്ട് ഒരു വെർട്ടിക്കലി ആയിട്ട് നമ്മൾ അതിന്റെ ഉള്ളിലേക്ക് ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ടാകും. അത് നമുക്കൊരു ലെയർ, ഒരു ചാർക്കോൾ അല്ലെങ്കിൽ ഒരു സാൾട്ട് ഇട്ടിട്ട് നമ്മൾ അതിനെ കവർ ചെയ്തിട്ടുണ്ടാകും, ഒരു ലെയർ ആയിട്ട് നമ്മൾ സറൗണ്ട് ചെയ്തെടുത്തിട്ടുണ്ടാകും. അത് എന്തിനു വേണ്ടിയിട്ടാന്ന് പറഞ്ഞാൽ ഒരു കണ്ടക്ടിവിറ്റി പ്രൊവൈഡ് ചെയ്യുന്നതിന്. ഈ വയർ എന്ന് പറയുന്നത് എങ്ങനെയാണ്, ആ ഒരു എക്യുപ്മെന്റ് ഫ്രെയിമിൽ നിന്നോ അല്ലെങ്കിൽ ന്യൂട്രലിൽ നിന്നോ കണക്ഷൻ കൊടുത്തിട്ടുണ്ടാകും. അപ്പൊ കൂടുതലായിട്ട് നമ്മൾ ലാർജ് ഇൻസ്റ്റലേഷൻസ്, കൊമേഴ്ഷ്യൽ, ഇൻഡസ്ട്രിയൽ ബിൽഡിങ്ങുകൾ ഇങ്ങനെയുള്ള കേസസിലാണ് പ്ലേറ്റ് എർത്തിങ് യൂസ് ചെയ്യുന്നത്. അടുത്തതെന്ന് പറയുന്നത് ഒരു പൈപ്പ് എർത്തിങ് ആണ്. അത് നമ്മളൊരു GI പൈപ്പ്, ഏകദേശം നമുക്കൊരു 38 മില്ലിമീറ്റർ ഡയമീറ്റർ, അതേപോലെ തന്നെ 2.5 മീറ്റർ ലോങ്ങിൽ വരുന്ന ഒരു GI ഗാൽവനൈസ്ഡ് അയൺ പൈപ്പാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇത് വെർട്ടിക്കലി ആ ഒരു കുഴിയിലേക്ക് നമ്മൾ പ്ലേസ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇതിലും അതുപോലെ തന്നെ നമ്മൾ ചാർക്കോളും സാൾട്ടൊക്കെ നമ്മൾ എഴുതിയിട്ടുണ്ട്, ഫില്ല് ചെയ്തിട്ടുണ്ടാവും, സറൗണ്ട് ചെയ്തിട്ടുണ്ടാവും. അത് എന്തിനു വേണ്ടിയിട്ടാന്ന് പറഞ്ഞാൽ ഒരു മോയ്സ്ചർ റീറ്റെയിൻ ചെയ്യുന്നതിനും കണ്ടക്ടിവിറ്റി പ്രൊവൈഡ് ചെയ്യുന്നതിനും വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ ഒരു ഫണൽ വിത്ത് എ മെഷ് ആണ് നമ്മൾ കൂടുതലായിട്ട് ഇതിലേക്ക് വെള്ളം, ആ ഒരു എർത്തിങ് മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ വെള്ളം ഫില്ല് ചെയ്യുന്നതിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇത് റെസിഡൻഷ്യൽ ബിൽഡിങ്സുകളിലെ സബ്സ്റ്റേഷൻസുകളിലൊക്കെ നമ്മൾ ഈ ഒരു പൈപ്പ് എർത്തിങ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അടുത്ത നമുക്കൊരു റോഡ് എർത്തിങ് വരുന്നുണ്ട്. ഇവിടെ നമുക്ക് കോപ്പർ അല്ലെങ്കിൽ ഒരു ഗാൽവനൈസ്ഡ് സ്റ്റീൽ റോഡ് യൂസ് ചെയ്യുന്നുണ്ട്. അതും ഈ പറയുന്ന ഗ്രൗണ്ടിലേക്ക് നമ്മൾ ഫിക്സ് ചെയ്തിരിക്കുകയാണ് ചെയ്യുന്നത്. ഇത് വളരെ സിമ്പിളും കോസ്റ്റ് എഫക്റ്റീവുമാണ്. ഒരുപാട് റോഡുകൾ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അത് ഇന്റർ കണക്റ്റഡ് ആണ്. അപ്പോൾ സോയിൽ റെസിസ്റ്റിവിറ്റി ഹൈ ആണെങ്കിലാണ് നമുക്കത് അങ്ങനെ ഇന്റർ കണക്റ്റഡ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ടെമ്പററി സെറ്റപ്പ്, പോൾ മൗണ്ടഡ് ട്രാൻസ്ഫോമേഴ്സ്, ഇങ്ങനെയുള്ള കേസസുകളൊക്കെ നമ്മൾ റോഡ് എർത്തിങ് ആണ് കൂടുതലായിട്ട് പ്രിഫർ ചെയ്യുന്നത്. പിന്നെ വരുന്നത് ഒരു സ്ട്രിപ്പ് എർത്തിങ് അല്ലെങ്കിൽ ഒരു വയർ എർത്തിങ് ആണ്. ഇവിടെ നമ്മൾ കോപ്പർ അതുപോലെ തന്നെ GI സ്ട്രിപ്പ് വയേഴ്സ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഒരു ഹൊറിസോണ്ടൽ എർത്തിങ് മെത്തേഡ് ആണ് വരുന്നത്. ഇവിടെ നമ്മൾ സോയിൽ കണ്ടീഷൻസ് അല്ലെങ്കിൽ ഒരുപാട് കുഴിച്ചിട്ട് നമ്മൾ അലോ ചെയ്യുന്നില്ല നമ്മൾ. ഓക്കെ, ലാർജ് പവർ സ്റ്റേഷൻസുകള്, സബ് സ്റ്റേഷൻസ്, അങ്ങനെയൊക്കെയുള്ള കേസസുകളിലൊക്കെയാണ് നമ്മൾ ഈ പറയുന്ന സ്ട്രിപ്പ് അതുപോലെ തന്നെ വയർ എർത്തിങ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഒരെണ്ണം വരുന്നതാണ് കെമിക്കൽ എർത്തിങ് എന്ന് പറയുന്നത്. അതായത് ഒരു മെയിൻ്റനൻസ് ഫ്രീ എർത്തിങ് ആണ്. കെമിക്കൽ കോമ്പൗണ്ടുകൾ ലൈക്ക് ബെൻറ്റോണൈറ്റ്, ഗ്രാഫൈറ്റ് ബേസ്ഡ് കോമ്പൗണ്ടുകൾ, ഇതൊക്കെയാണ് നമ്മൾ ഒരു ഇലക്ട്രോഡിന്റെ ചുറ്റുമായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഒരു ലോ റെസിസ്റ്റൻസ്, എല്ലാ ടൈമിലും ഒരു ലോ റെസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. ഇതിൽ നമുക്ക് ലെസ് എമൗണ്ട് ഓഫ് വാട്ടറും മെയിൻ്റനൻസും ആവശ്യമുണ്ട്. ഇത് പ്രീ അസംബിൾഡ് അല്ലെങ്കിൽ ഒരു മോഡുലാറിലൊക്കെയാണ് നമുക്ക് വേണ്ടത്. അതേപോലെ തന്നെ മോഡേൺ ബിൽഡിങ്ങുകളിൽ, IT ഡാറ്റാ സെന്റേഴ്സുകളിൽ, ടെലികോം ടവേഴ്സിൽ, ഇങ്ങനെയുള്ള കേസസുകളൊക്കെയാണ് ഈ ഒരു കെമിക്കൽ എർത്തിങ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഓരോന്നിനും ടൈപ്പും മെറ്റീരിയലും യൂസും നമുക്ക് നോക്കാം. പ്ലേറ്റ് എർത്തിങ് എന്ന് പറയുന്നത് കോപ്പർ അല്ലെങ്കിൽ GI പ്ലേറ്റ് ആണ്. ലാർജ് ബിൽഡിങ്ങുകൾ, ഇൻഡസ്ട്രീസ് ഒക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. പൈപ്പ് എർത്തിങ് എന്ന് പറയുന്നത് നമ്മുടെ GI പൈപ്പാണ്. അത് ഹോം, സ്മോൾ ബിൽഡിങ്ങുകളിലൊക്കെ യൂസ് ചെയ്യുന്നു. റോഡ് എർത്ത് സെയിം കോപ്പർ അല്ലെങ്കിൽ GI ആണ്. ട്രാൻസ്ഫോമറുകളിൽ, ലൈറ്റ് പോളുകളിലൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. സ്ട്രിപ്പ് അല്ലെങ്കിൽ വയർ എർത്തിങ് എന്ന് പറയുന്നത് കോപ്പർ GI സ്ട്രിപ്പുകളാണ്. അത് പവർ പ്ലാന്റ്, സബ്സ്റ്റേഷനിലാണ് യൂസ് ചെയ്യുന്നത്. കെമിക്കൽ എർത്തിങ്ങുകളിൽ നമ്മൾ സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ഇലക്ട്രോഡുകളാണ് യൂസ് ചെയ്യുന്നത്. ടെലികോം, സെൻസിറ്റീവ് എക്യുപ്മെന്റുകളിൽ, ഇങ്ങനെയുള്ള കേസസുകളിലാണ് നമ്മൾ ഈ ഒരു ടൈപ്പ് ഓഫ് എർത്തിങ് യൂസ് ചെയ്യുന്നത്, കെമിക്കൽ എർത്തിങ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി എർത്തിങ്ങും ന്യൂട്രലും തമ്മിലുള്ള ഒരു കമ്പാരിസൺ ആണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, അപ്പൊ എർത്തിങ് എന്ന് പറയുന്നത് എന്താണ്, ഒരു ഡാമേജോ അല്ലെങ്കിൽ എന്തെങ്കിലും ലീക്കേജ് കറന്റുകൾ കാരണം എന്തെങ്കിലും ഡാമേജ് വരികയാണെങ്കിൽ അതിനെ എലിമിനേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു ലോ റെസിസ്റ്റൻസ് പാത്ത് പ്രൊവൈഡ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, എർത്തിങ് എന്ന് പറയുന്നത്. ന്യൂട്രൽ എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു കണ്ടക്ടിങ് വയർ ആണ്. അതൊരു AC സർക്യൂട്ടിൽ യൂസ് ചെയ്യുന്ന ഒരു കണ്ടക്ടിങ് വയർ ആണ്. ആ ഒരു ഇലക്ട്രിക് കറന്റിന്റെ ഫ്ലോയ്ക്ക് ഒരു റിട്ടേണിംഗ് പാത്ത് പ്രൊവൈഡ് ചെയ്യുകയാണ് ഈ ഒരു ന്യൂട്രൽ ചെയ്യുന്നത്. ഓക്കെ, ഈ പറയുന്ന എർത്തിങ്ങിൽ നമുക്ക് കറന്റ് ക്യാരിയിങ് ഒന്നും വരുന്നില്ല. പക്ഷെ മൈനർ ആയിട്ട് ഒരു ഇലക്ട്രിസിറ്റി, ആ ഒരു ഡിസ്കണക്ഷൻസ് കാരണം എന്തെങ്കിലും മൈനർ ഇലക്ട്രിസിറ്റി ഉണ്ടെങ്കിൽ അത് മാത്രം അതിലൂടെ ഫ്ലോ ആകും. അല്ലാതെ പ്രത്യേകിച്ച് ഒരു കറന്റ് ക്യാരിയിങ് അല്ല നമുക്ക് വരുന്നത്. ഓക്കെ, ന്യൂട്രൽ എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ പറഞ്ഞു ഒരു റിട്ടേണിംഗ് പാത്ത് ആണ്. അപ്പൊ എന്തായാലും അതിൽ എപ്പോഴും കറന്റ് ഉണ്ടാകും. ഓക്കെ,
അടുത്ത എർത്തിങ് എന്ന് പറയുന്നത് ഒരു ഗ്രൗണ്ടിങ് പോയിന്റ് ആണ്. ആ ഒരു ഇലക്ട്രിക് കറന്റിനുള്ള ഒരു ഫ്ലോ ഓഫ് ഇലക്ട്രിക് കറന്റ് ആയതുകൊണ്ട് ഒരു ഗ്രൗണ്ടിങ് പോയിന്റ് ആണ്. ഇത് നമുക്കൊരു റിട്ടേണിംഗ് പാത്ത് ആണ് വരുന്നത്. ഒരു എർത്തിങ് കണക്ഷൻ എന്ന് പറയുന്നത് നമുക്ക് ഇൻഡിപെൻഡന്റ് ആയിട്ടോ അല്ലെങ്കിൽ ഒരു ന്യൂട്രൽ വയറിന്റെ ഹെൽപ്പോടെയോ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. ഇതെങ്ങനെയാണ്? ഒരു ന്യൂട്രൽ ലൈനിലൂടെയാണ് ഈ ഒരു ന്യൂട്രലെ കണക്ട് ചെയ്യുന്നത്. അപ്പോൾ എർത്ത് പോയിന്റ് എന്ന് പറയുന്നത് സർജിങ് പോയിന്റ് ആണ്. ഓരോ അപ്ലയൻസിന്റെയും സർജിങ് പോയിന്റ് ആണ് നമുക്ക് പറയാം. പക്ഷെ ഇതൊരു റിട്ടേൺ പാത്ത് ആയതുകൊണ്ട് നമുക്ക് ഇതിനെ ഒരു റെഫറൻസ് ആയിട്ട് നമുക്ക് ഈ ഒരു ന്യൂട്രലിനെ വിളിക്കാം. ഓക്കെ, ഇതെന്ന് പറയുന്നത് ഒരു ജസ്റ്റ് ഒരു എക്സ്ട്രാ ഇൻഫർമേഷൻ ആയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. എർത്തിങ്ങും ന്യൂട്രലും തമ്മിലുള്ള ഒരു കമ്പാരിസൺ ചോദിച്ചാൽ നിങ്ങൾക്ക് ഇത് എഴുതാവുന്നതാണ്. അടുത്തത് എന്താണ് ചോദിച്ചിരിക്കുന്നത് നോക്കൂ. ലിസ്റ്റ് ദ അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ് ഓഫ് തെർമൽ പവർ പ്ലാന്റ് ആൻഡ് ദ എഫിഷ്യൻസി ഓൾസോ. അപ്പൊ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് തെർമൽ പവർ പ്ലാന്റിന്റെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും അതേപോലെ അതിന്റെ എഫിഷ്യൻസി എന്തൊക്കെയാണെന്ന് അതിന്റെ ഇക്വേഷൻസും ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ അഡ്വാൻറ്റേജ് നോക്കുകയാണെങ്കിൽ നമുക്ക് അറിയുന്ന കേസസ് ആണ് അല്ലെ. ഇതെന്ന് പറയുന്നത് ഒരു മെയിൻ സോഴ്സ് ഓഫ് എനർജി ആണ്. ഇവിടെ നമുക്ക് എന്താണ് കോൾ എന്ന് പറയുന്നത് വളരെ ചീപ്പർ ആണ്. ബാക്കിയുള്ള ഫോസിലുകളൊക്കെ യൂസ് ചെയ്യുമ്പോൾ അതിനേക്കാൾ വളരെ ചീപ്പർ റേറ്റിൽ നമുക്ക് ഈ പറയുന്ന എന്ത് കിട്ടുന്നുണ്ട്? ഈ തെർമൽ കിട്ടുന്നുണ്ട്, കോൾ എന്ന് പറയുന്നത് അല്ലെ. അടുത്ത തെർമൽ പവർ പ്ലാന്റ് ഇനിഷ്യൽ കോസ്റ്റിംഗ് സെറ്റപ്പ് എന്ന് പറയുന്നത് വളരെ ലോ ആണ്. അതേപോലെ തന്നെ തെർമൽ പവർ പ്ലാന്റ് നമുക്ക് പ്രത്യേകിച്ച് ഒരു കൺസേണിംഗ് ഇല്ലാതെ ഏത് ലൊക്കേഷനിലും വേണമെങ്കിൽ നമുക്ക് പ്ലേസ് ചെയ്യാനായിട്ട് പറ്റും. അതായത് നമ്മുടെ കോൾ അവൈലബിലിറ്റി എവിടെയാണോ നമുക്ക് കൂടുതൽ കിട്ടുന്നത് ട്രാൻസ്പോർട്ട് ചെയ്യാനും അങ്ങനെയുള്ള അവൈലബിലിറ്റി എല്ലാം എവിടെ നമുക്ക് അവൈലബിൾ ആണോ അവിടെ നമുക്ക് പ്ലേസ് ചെയ്യാവുന്നതാണ്. അതേപോലെ തന്നെ ഒരു കണ്ടിന്യൂസ് പവർ സപ്ലൈ പ്രൊവൈഡ് ചെയ്യുന്നതിന് നമുക്ക് ഈ ഒരു തെർമൽ പവർ പ്ലാന്റ് നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, പിന്നെ നമുക്ക് പെട്ടെന്ന് റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്. എന്തെങ്കിലും ലോഡ് ചേഞ്ചുകളിൽ എന്തെങ്കിലും ഡിഫിക്കൽറ്റി വരികയാണെങ്കിൽ പെട്ടെന്ന് ഒരു റെസ്പോൺസ് കിട്ടുന്നുണ്ട്. ലാൻഡ് സ്പേസ് റിക്വയർ എന്ന് പറയുന്നത് ആ ഒരു തെർമൽ പ്ലാന്റ് ഒരു മോഡറേറ്റ് ലെവലാണ് വേണ്ടത് അല്ലെ. വലിയ ഹ്യൂജ് ഏരിയ ഒന്നും നമുക്ക് ആവശ്യം വരുന്നില്ല. അതേപോലെ തന്നെ ഇതെന്ന് പറയുന്നത് ഒരു ലോഡ് സെന്ററിന്റെ നിയർ ആയിട്ടാണ് നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ആ ഒരു ട്രാൻസ്മിഷൻ കോസ്റ്റ് ഇപ്പൊ നമുക്ക് കോൾ നമുക്ക് അവൈലബിൾ ആയിട്ട് അടുത്ത് കിട്ടുകയാണെങ്കിൽ അതിന്റെ അടുത്ത് തന്നെ നമുക്ക് പ്ലേസ് ചെയ്യാം അല്ലെ. അപ്പൊ ആ ഒരു ട്രാൻസ്പോർട്ടേഷൻ നമുക്ക് മാക്സിമം അവോയ്ഡ് ചെയ്യാൻ അല്ലെങ്കിൽ റെഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അതേപോലെ തെർമൽ പവർ പ്ലാന്റ് എന്ന് പറയുന്നത് ഒരു മെച്ചൂർഡ് ആണ്. അതായത് ഒരു വെൽ എസ്റ്റാബ്ലിഷ്ഡ് ഇൻഫ്രാസ്ട്രക്ചർ ആണ് നമുക്ക് പവർ ജനറേഷന് കിട്ടുന്നത്. ഇത് ഈസി ആയിട്ട് നമുക്ക് കൂടുതൽ ഡിമാൻഡിനനുസരിച്ച് നമുക്ക് ഇൻക്രീസ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. ഇതൊക്കെയാണ് മേജർ ആയിട്ട് വരുന്ന അഡ്വാൻറ്റേജുകളായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാനുള്ളത്. ഇപ്പൊ ഡിസഡ്വാൻറ്റേജ് നോക്കുകയാണെങ്കിൽ എന്താണ്? ഹൈ ഓപ്പറേറ്റിംഗ് കോസ്റ്റ് വരുന്നുണ്ട്, മെയിൻ്റനൻസ് കോസ്റ്റും കൂടുതലാണ്. ഇനീഷ്യൽ കോസ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് കുറവാണെങ്കിലും ഓപ്പറേറ്റിംഗ് മെയിൻ്റനൻസ് കോസ്റ്റ് വരുന്നുണ്ട്. ഗ്രീൻ ഹൗസ് ഗ്യാസസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, ഒരു ആഷ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, അപ്പോൾ ഒരു എൻവയോൺമെന്റൽ പൊല്യൂഷന് കാരണമാകുന്നുണ്ട്. ഹ്യൂജ് ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ ആവശ്യം വരുന്നുണ്ട്. ആ ഒരു സ്റ്റീം പ്രൊഡക്ഷൻ വരുന്നുണ്ടല്ലോ. തെർമൽ പവർ പ്ലാന്റ് എന്ന് പറഞ്ഞാൽ തന്നെ നമുക്കൊരു സ്റ്റീം ആണ് വരുന്നുണ്ട്. അതുപോലെ തന്നെ കൂളിംഗ് പർപ്പസും വരുന്നുണ്ട്. അപ്പോൾ വെള്ളത്തിന്റെ അളവ് നമുക്ക് കൂടുതൽ വേണം. അതേപോലെ തന്നെ ഹാൻഡ്ലിംഗ് ഓഫ് കോള്, അതിന്റെ ഡിസ്പോസൽ ഓഫ് ആഷ്, ഇതൊക്കെ നമുക്ക് കുറച്ച് ഡിഫിക്കൽട്ട് ആണ്. ഇനി ഈ ഒരു തെർമൽ പവർ പ്ലാന്റ് എന്ന് പറയുന്നത് ഒരു ലോങ് ടൈം ആണ് അല്ലെ. ഒരു ഷോർട്ട് ഡ്യൂറേഷനിലല്ല, ലോങ് ടൈം ആണ് നമുക്ക് വേണ്ടത്. അതേപോലെ തന്നെ ഈ ഒരു ലോഡ് എന്ന് പറയുന്നത് ബിലോ 75% ഓഫ് റേറ്റഡ് ലോഡിലാണെങ്കിൽ നമുക്ക് അതിന്റെ ഓപ്പറേഷൻ എന്ന് പറയുന്നത് അൺഎക്കണോമിക്കലോ ആയിരിക്കും, എഫിഷ്യൻസിയും വളരെ കുറവായിരിക്കും. ഓക്കെ, അതേപോലെ തന്നെ ഇതിന്റെ കോൾ എന്ന് പറയുന്നത് നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരു പ്രൈമറി ഫ്യൂവൽ ആണ്. അപ്പൊ അതൊരു ഫ്യൂവലിനെ നമ്മൾ ഡിപ്ലീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു ഏതായിട്ടല്ലേ നമുക്ക് വരുന്നത്. അതേപോലെ തന്നെ തെർമൽ പവർ പ്ലാന്റിന്റെ എഫക്ട് ഓഫ് ഹ്യൂമൻ ഹെൽത്ത് എന്ന് പറയുന്നത് നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ്. അത് മനുഷ്യന്മാർക്ക് കുറച്ച് ചൂട് കണ്ടിന്യൂസ് ആയിട്ട് ഈ ഒരു കോളിന്റെ ഇത് നമുക്ക് വരുന്നത് അവിടെ വർക്ക് ചെയ്യുന്നവർക്ക് കുറച്ച് ഹെൽത്ത് പ്രോബ്ലംസ് വരുന്നതിനും കാരണമാകും. ഇതൊക്കെയാണ് കുറെ ഡിസഡ്വാൻറ്റേജുകൾ നമുക്ക് നോട്ട് ചെയ്യാനുള്ളത്. ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ നമുക്ക് എഫിഷ്യൻസി ചോദിച്ചിട്ടുണ്ട് അല്ലെ. അപ്പൊ ഇതിൽ വരുന്ന ഫസ്റ്റ് എഫിഷ്യൻസി എന്ന് പറയുന്നത് തെർമൽ എഫിഷ്യൻസി ആണ്. തെർമൽ എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദി റേഷ്യോ ഓഫ് ഹീറ്റ് ഈക്വലന്റ് ഓഫ് എ മെക്കാനിക്കൽ എനർജി ട്രാൻസ്മിറ്റഡ് ടു ദ ടർബൈൻ ഷാഫ്റ്റ് ടു ദി ഹീറ്റ് ഓഫ് ദ കോൾ കമ്പഷൻ. എന്താണ് പറഞ്ഞത്? ഹീറ്റ് ഈക്വലന്റ് ഓഫ് മെക്കാനിക്കൽ എനർജി അതായത് ടർബൈന്റെ ഷാഫ്റ്റിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്തിരിക്കുന്ന ഹീറ്റ് ഈക്വലന്റ്, മെക്കാനിക്കൽ എനർജിക്ക് ഈക്വലന്റ് ആയിട്ടുള്ള ഹീറ്റ് എത്രയാണോ അതേ ഡിവൈഡഡ് ബൈ ആ ഒരു കോൾ കമ്പഷന് വേണ്ടി വന്നിരിക്കുന്ന ഹീറ്റ്. ഇതിന്റെ രണ്ടിന്റെയും റേഷ്യോ എന്താണോ അതിനെയാണ് തെർമൽ എഫിഷ്യൻസി എന്ന് പറയുന്നത്. അതിനെ ഡിനോട്ട് ചെയ്യുന്നത് ഈറ്റ തെർമൽ എന്നുള്ളൊരു ടേമിലാണ്. ഓക്കെ, അപ്പൊ ഒരു മോഡേൺ തെർമൽ പവർ പ്ലാന്റിന്റെ തെർമൽ എഫിഷ്യൻസി എന്ന് പറയുന്നത് ഏകദേശം നമുക്കൊരു 30% ആണ് നമുക്ക് വരുന്നത്. ഓക്കെ, അടുത്തത് ഓവറോൾ എഫിഷ്യൻസിയാണ്. അപ്പൊ ഓവറോൾ എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് ഓവറോൾ എന്ന് പറഞ്ഞാൽ ഔട്ട്പുട്ട് ബൈ ഇൻപുട്ട് ആയിട്ട് നമുക്ക് വരുന്നത് അല്ലെ. അപ്പൊ തെർമൽ പവർ പ്ലാന്റിന്റെ ഓവറോൾ എഫിഷ്യൻസി എന്ന് പറഞ്ഞത് ആ ഔട്ട്പുട്ട് ഇലക്ട്രിക്കൽ എനർജിക്ക് ഈക്വലന്റ് ആയ ഹീറ്റ് എന്താണോ അതേ ഡിവൈഡഡ് ബൈ കോൾ കമ്പഷൻ ആവശ്യമായിട്ടുള്ള ഹീറ്റ് എത്രത്തോളമാണോ അതാണ്
eta overall is equal to heat equivalent of electrical energy by heat of combustion alcohol. Okay, അപ്പോൾ ഇത് രണ്ടുമാണ് നമുക്ക് വരുന്ന thermal energyയുടെ efficiency based ആയിട്ടുള്ള വരുന്ന equations എന്ന് പറയുന്നത്. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ് describe the working of solar photovoltaic energy conversion system. solar photovoltaic energy conversion systemത്തിന്റെ ഒരു വർക്കിംഗ് ആണ് നമുക്ക് ചോദിച്ചിരിക്കുന്നത്. ഓക്കേ, അപ്പോൾ സോളാർ സെൽ അതല്ലെങ്കിൽ ഫോട്ടോവോൾട്ടായിക് സെൽ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ PV സെൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഇലക്ട്രിക്കൽ ഡിവൈസ് ആണ്. അതൊരു ലൈറ്റ് എനർജിനെ ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് ഫോട്ടോവോൾട്ടായിക് എഫക്റ്റ് എന്ന ഫിനോമിന വഴി നമ്മൾ കൺവേർട്ട് ചെയ്യുകയാണ്. അപ്പോൾ ഒരു സോളാർ സെൽ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരു PN ജംഗ്ഷൻ ഡയോഡ് ആണ് അല്ലെ. സോളാർ സെല്ല് ഒരു ഫോട്ടോ ഇലക്ട്രിക് സെല്ലായിട്ട് ഫോം ആകണം. അതായത് ഒരു ഇലക്ട്രിക്കൽ ക്യാരക്ടറിസ്റ്റിക്സുകൾ, അതായത് കറന്റ്, വോൾട്ടേജ്, റെസിസ്റ്റൻസ്, ഇതെല്ലാം തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു ലൈറ്റ് എക്സ്പോസ് ആകുന്നതിനനുസരിച്ച് വേരി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതാണ് ഒരു ഫോട്ടോ വോൾട്ടായിക് സെൽ അല്ലെങ്കിൽ ഒരു സോളാർ സെൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഓരോ ഇൻഡിവിജ്വൽ സോളാർ സെല്ലിലും കമ്പൈൻ ചെയ്തിരിക്കുന്നത് ഒരു മൊഡ്യൂൾസ് ഓഫ്, അതായത് സോളാർ പാനലുകളായിട്ടാണ്. അപ്പോൾ ഒരു സോളാർ പാനലിൽ നമുക്ക് ഒരുപാട് സോളാർ സെല്ലുകൾ കണക്ട് ചെയ്തിട്ടുണ്ടാകും. ഓക്കെ, അപ്പോൾ ഒരു കോമൺ സിംഗിൾ ജംഗ്ഷൻ സിലിക്കൺ സോളാർ സെൽ എന്ന് പറയുന്നത് ഏകദേശം നമുക്ക് ഒരു ഓപ്പൺ സർക്യൂട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത് 0.5 മുതൽ 0.6 വോൾട്ട് ആണ്. അപ്പൊ ഇതെന്ന് പറയുന്നത് നമുക്ക് എന്താണ്? ഈ പറയുന്ന 0.5 to 0.6 എന്ന് പറയുന്നത് ഒരു സോളാർ സെൽ എന്നാണ്. ഇങ്ങനെ n നമ്പർ ഓഫ് സോളാർ സെല്ലുകൾ കണക്ട് ചെയ്തിട്ടാണ് നമുക്ക് ഒരു സോളാർ പാനൽ നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഈ സോളാർ പാനലിൽ നിന്നാണ് നമുക്ക് ആവശ്യമായിട്ടുള്ള സോളാർ എനർജി നമ്മൾ ജനറേറ്റ് ചെയ്തെടുക്കുന്നത്. ഓക്കെ, അപ്പൊ ഇത് എങ്ങനെയാണ് കൺസ്ട്രക്ഷൻ നമുക്ക് നോക്കാം. ഇതിപ്പോ ബേസിക്കലി നമ്മൾ പറഞ്ഞൊരു ജംഗ്ഷൻ ഡയോഡ് ആണെന്ന് പറഞ്ഞു. ഇതെന്ന് പറയുന്നത് കൺവെൻഷണൽ ആയിട്ട് PN ജംഗ്ഷനിൽ നിന്ന് ചെറിയൊരു ഡിഫറൻസ് ആണ് വരുന്നത്. ഓക്കെ, ഇവിടെ എങ്ങനെ വരുന്നത് പറഞ്ഞാൽ ഒരു തിൻ ലെയർ ഓഫ് P ടൈപ്പ് സെമി കണ്ടക്ടർ എന്ന് പറയുന്നത് ഒരു തിക്കർ N ടൈപ്പ് ആയിട്ട് നമുക്ക് സെമി കണ്ടക്ടറിന്റെ കൂടെ തന്നെ നമ്മൾ ഇതാക്കിയിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മളൊരു ഫ്യൂ ഫൈനർ ഇലക്ട്രോഡ്സ് നമ്മൾ അപ്ലൈ ചെയ്തിരിക്കുകയാണ് ഈ ഒരു P ടൈപ്പ് സെമി കണ്ടക്ടറിന്റെ മുകളിലായിട്ട്. അതായത് നെക്സ്റ്റ് സ്ലൈഡിൽ ഇതിന്റെ കൺസ്ട്രക്ഷൻ ആ ഒരു ഫിഗർ കാണിച്ചു തരാം, അപ്പൊ നമുക്ക് മനസ്സിലാകും. ഓക്കെ, അപ്പൊ ഈ രണ്ട് ഇലക്ട്രോഡ്സുകൾ എന്ന് പറയുന്നത് ലൈറ്റിനെ ഒബ്സ്ട്രക്ട് ചെയ്യുകയും അത് എന്ത് ചെയ്യുന്നുണ്ട്? പിൻ ടൈപ്പ് ലെയറിലേക്ക് വരുന്നതിന് വേണ്ടിയിട്ട് ഒബ്സ്ട്രക്ട് ചെയ്യുന്നില്ല എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ P ടൈപ്പ് ലെയർ എന്ന് പറയുന്നത് എന്താണ്? ഒരു PN ജംഗ്ഷൻ ആയിട്ടാണ് നമുക്ക്, അതായത് ജസ്റ്റ് ബിലോ ദ P ടൈപ്പ് ലെയറിൽ നമുക്കൊരു PN ജംഗ്ഷൻ നിൽക്കുന്നുണ്ട്. അപ്പൊ അവിടെ എന്താ ചെയ്യുന്നത്? ഒരു കറന്റ് കളക്ടിങ് ഇലക്ട്രോഡ് നമ്മൾ ഈ ഒരു N ടൈപ്പ് ലെയറിന് ബിലോ ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ ടോട്ടൽ ആയിട്ട് നമുക്ക് എന്താ പറ്റും? ഈ ഒരു ഇതിനെ ഒരു തിൻ ഗ്ലാസ് ആയിട്ട് നമ്മൾ പ്രൊട്ടക്ട് ചെയ്യണം. അതായത് സോളാർ സെല്ലിന് നമ്മൾ മെക്കാനിക്കൽ ഷോക്ക് എന്നൊക്കെ പ്രൊട്ടക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു ചെറിയൊരു ഗ്ലാസ് ലെയർ നമ്മൾ മുകളിൽ കൊടുത്തിട്ടുണ്ടാവും. നമ്മൾ കണ്ടിട്ടുണ്ടാകും, കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും എന്താന്നുള്ളത്. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് നമുക്ക് ഇതിൽ കൺസ്ട്രക്ഷനിൽ വരുന്നത്. അപ്പൊ നോക്കൂ, ഇതാണ് നമ്മളിപ്പോ പറഞ്ഞത്. ആദ്യം നമുക്കൊരു ഫ്രണ്ട് ഇലക്ട്രിക്കൽ കോണ്ടാക്ട് വരുന്നുണ്ട്, അതാണ് ഫസ്റ്റ് വരുന്നത്. ഓക്കെ, ദെൻ ഒരു N ടൈപ്പ് ലെയർ വരുന്നുണ്ട്, ദെൻ ഒരു ഡിപ്ലീഷൻ സോൺ, ദെൻ ഒരു P ടൈപ്പ് വരുന്നുണ്ട്, ഒരു ബാക്ക് ഇലക്ട്രിക്കൽ കോണ്ടാക്ട്. അപ്പൊ രണ്ട് ഇലക്ട്രിക്കൽ കോണ്ടാക്റ്റുകൾ വരുന്നുണ്ട്. അതിന് ബിറ്റ്വീൻ ആയിട്ട് ഒരു N ടൈപ്പ് വരുന്നുണ്ട്, ഒരു P ടൈപ്പ്, അതിന്റെ ബിറ്റ്വീൻ ആയിട്ട് നമുക്കൊരു ഡിപ്ലീഷൻ ലെയറുമാണ് വരുന്നത്. ഓക്കെ, അപ്പൊ നോക്കൂ, ഇലക്ട്രോൺ ഫ്ലോ എന്ന് പറയുന്നത് ഇങ്ങനെയായിരിക്കും. ഈ ഒരു ഇലക്ട്രോൺ ഇവിടെയും വരുന്നുണ്ട്, ഇവിടെ നമുക്കൊരു ഹോൾസും ഉണ്ടാകും അല്ലെ. അതായത് ഒരു ഫോട്ടോൺ അബ്സോർബ്, ഇപ്പൊ നമ്മൾ സപ്പോസ് ഫോട്ടോൺ എന്ന് പറഞ്ഞാൽ എന്താണ്? ചെറിയ പാക്കറ്റ് ഓഫ് അല്ലെ ലൈറ്റിന്റെ ചെറിയ ചെറിയ പാക്കറ്റ്സിനെയാണ് നമ്മൾ ഫോട്ടോൺസ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഫോട്ടോൺസ് വന്നിട്ട് ഈ ഒരു ഗ്ലാസ് ലെയറിൽ അല്ലെങ്കിൽ ഫസ്റ്റ് ലെയറിൽ നമുക്ക് വന്ന് ഫോളോ ചെയ്യുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്? അവിടെ നമുക്കൊരു ഇലക്ട്രോൺ ഹോൾ ക്രിയേറ്റ് ആവുകയും ഇലക്ട്രോണുകൾ ഇവിടേക്കും ആ ഹോൾസ് ഇവിടേക്കും വരുന്നുണ്ട്. എഗെയിൻ ഇവിടെ നമുക്ക് എന്താണ്? ഒരു ഇലക്ട്രോൺ ഹോൾ റീകോമ്പിനേഷൻ നടക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇലക്ട്രോൺ ഫ്ലോസ് എങ്ങനെ വരുന്നത്? അതായത് ഈ ഒരു കോമ്പിനേഷൻ ഓഫ് ഫോട്ടോണിനെ സെപ്പറേറ്റ് ആയിട്ട് ഇലക്ട്രോണും ഹോൾസും ആവുകയാണ്. ഈ ഇലക്ട്രോൺസ് ഈ ഒരു പർട്ടിക്കുലർ ഡയറക്ഷനിൽ മൂവ്മെന്റ് വരുന്നുണ്ട്. ഇതാണ് ഇലക്ട്രോൺ ഫ്ലോ വരുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് നമുക്ക് അതിന് വരുന്ന ആ ഒരു ഫിഗർ എന്ന് പറയുന്നത്. അപ്പൊ എങ്ങനെ വർക്ക് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഓക്കെ, ഇപ്പൊ ലൈറ്റ് ആ ഒരു PN ജംഗ്ഷനിൽ റീച്ച് ആകുമ്പോൾ ലൈറ്റ് ഫോട്ടോൺസ് ഈസിലി എൻ്റർ ദ ജംഗ്ഷൻ. അതായത് ഫോട്ടോൺസ് എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയുന്ന കാര്യം തന്നെയാണ്. സ്മോൾ പാക്കറ്റ്സ് ഓഫ് ലൈറ്റിനെയാണ് നമ്മൾ ഫോട്ടോൺസ് എന്ന് പറയുന്നത്. അത് വന്ന് അതിൽ വീഴുമ്പോൾ അത് ഈസി ആയിട്ട് ജംഗ്ഷനിലേക്ക് എൻ്റർ ചെയ്യുകയും, അതായത് അവിടെ നമുക്കൊരു P ടൈപ്പ് ലെയർ ആണ് ഉള്ളത്, വെരി തിൻ P ടൈപ്പ് ലെയർ ആണ് ഉള്ളത്. ഓക്കെ, അപ്പൊ ഈ ലൈറ്റ് എനർജി എന്ത് ചെയ്യുന്നുണ്ട്? ഇൻ ദ ഫോം ഓഫ് ഫോട്ടോൺസ് എന്ന് പറയുന്നത് സഫീഷ്യന്റ് ആയിട്ടുള്ള ഒരു എനർജി എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഇലക്ട്രോൺ ഹോൾസ് പെയർ പ്രൊവൈഡ് ചെയ്യുന്നതിന് അല്ലെങ്കിൽ നമ്പർ ഓഫ് ഇലക്ട്രോൺ ഹോൾസ് പെയർ ക്രിയേറ്റ് ചെയ്യുന്നതിന് ആവശ്യമായ എനർജി ആരാണ് കൊടുക്കുന്നത്?
ഈ വന്ന് ഫോൾ ചെയ്യുന്ന ഫോട്ടോൺസ് ആണ്. ഓക്കെ, അപ്പൊ ഈ ഇൻസിഡന്റ് ലൈറ്റ് എന്ത് ചെയ്യുന്നുണ്ട്, തെർമൽ ഇക്വിലിബ്രിയം കണ്ടീഷൻ ബ്രേക്ക് ചെയ്യാണ്. ആ ഒരു ജംഗ്ഷനിലേക്ക് ഈസി ആയിട്ട് കയറുന്നത് കൊണ്ട് അവിടെ ഉണ്ടാകുന്ന ആ ഒരു തെർമൽ ഇക്വിലിബ്രിയം കണ്ടീഷനെ ബ്രേക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ അവിടെ എന്താവുന്നുണ്ട്, അപ്പൊ ഫ്രീ ഇലക്ട്രോൺസ് എന്ത് ചെയ്യുന്നുണ്ട്, ആ ഡിപ്ലീഷൻ റീജിയനിലുള്ള ഫ്രീ ഇലക്ട്രോൺസ് ഈസി ആയിട്ട് എന്ത് ചെയ്യുന്നു, എൻ ടൈപ്പ് സൈഡ് ഓഫ് ദ ജംഗ്ഷനിലേക്ക് എത്തുന്നുണ്ട്. അതേപോലെ തന്നെ അവിടെ ഉണ്ടാവുന്ന ഹോൾസ് എന്ത് ചെയ്യുന്നുണ്ട്, ഈസി ആയിട്ട് ആ ഒരു പി ടൈപ്പ് സൈഡ് ഓഫ് ദ ജംഗ്ഷനിലേക്ക് എത്തുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ പുതിയതായിട്ട് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഈ ഫ്രീ ഇലക്ട്രോൺസ് എൻ ടൈപ്പ് സൈഡിൽ എത്തുകയും അത് ജംഗ്ഷനെ വീണ്ടും ക്രോസ് ചെയ്യുകയും ചെയ്യില്ല. കാരണം എന്താണ്, അവിടുത്തെ പാരിയർ പൊട്ടൻഷ്യൽ കാരണം ഈ പറയുന്ന എൻ ടൈപ്പിൽ എത്തിയിരിക്കുന്ന ആ ഒരു പി ടൈപ്പ് സൈഡിൽ എത്തിയിരിക്കുന്ന ഈ പറയുന്ന ഫ്രീ ഇലക്ട്രോൺസിന് ഈസി ആയിട്ട് ആ ജംഗ്ഷനെ ക്രോസ് ചെയ്യാനായിട്ട് സാധിക്കില്ല. നമ്മൾ ആ ഒരു ഫിഗറിൽ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണിത്. അതേപോലെ തന്നെ നമ്മൾ ആ ഹോൾസ് എന്ത് ചെയ്യുന്നുണ്ട്, പി ടൈപ്പിൽ എത്തുകയും അതിന് അഗെയിൻ ആ ഒരു ജംഗ്ഷനെ ക്രോസ് ചെയ്യാനായിട്ട് സാധിക്കില്ല. കാരണം സെയിം ബാരിയർ പൊട്ടൻഷ്യൽ ആണ് വരുന്നത്. അപ്പൊ കോൺസെൻട്രേഷൻ ഓഫ് ഇലക്ട്രോൺസ് അവിടെ കൂടുതലാകുകയും ഒരു സൈഡിൽ കൂടുകയും, അതായത് എൻ ടൈപ്പ് സൈഡ് ഓഫ് ദ ജംഗ്ഷനിൽ കൂടുകയും ചെയ്യും. കോൺസെൻട്രേഷൻ ഓഫ് ഹോൾസ് എന്ന് പറയുന്നത് അടുത്ത സൈഡിൽ കൂടുകയും ചെയ്യും. കാരണം എന്താണ്, ആ ബാരിയർ പൊട്ടൻഷ്യൽ ക്രോസ് ചെയ്യാനായിട്ട് രണ്ട് പറയുന്ന ഇലക്ട്രോൺസുകൾക്കോ ഹോൾസുകൾക്കോ സാധിക്കുന്നില്ല. ഓക്കെ, അപ്പൊ ആ പി ടൈപ്പ് സൈഡ് ജംഗ്ഷനിൽ നമുക്ക് കൂടുതൽ ഹോൾസ് ആണ് വരുന്നത്. അപ്പൊ ഈ പി എൻ ജംഗ്ഷൻ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു സ്മോൾ ബാറ്ററി സെല്ലായിട്ട് ആക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഒരു വോൾട്ടേജ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ നമുക്ക് ഒരു ചെറിയൊരു വോൾട്ടേജ് ക്രിയേറ്റ് ആകുന്നുണ്ട്. ആ വോൾട്ടേജിനെയാണ് നമ്മൾ പറയുന്നത് ഫോട്ടോ വോൾട്ടേജ് എന്ന് പറയുന്നത്. കാരണം ആ ഒരു ഫോട്ടോൺ വഴി കിട്ടുന്ന എനർജിയിലൂടെയാണ് അവിടെ ഒരു വോൾട്ടേജ് ജനറേറ്റ് ആയിരിക്കുന്നത്. അതുകൊണ്ട് അതിനെ ഫോട്ടോ വോൾട്ടേജ് എന്ന് പറയുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ ചെറിയൊരു ലോഡ് അവിടെ കണക്ട് ചെയ്യുകയാണെങ്കിൽ, ആ ഒരു ജംഗ്ഷൻ അക്രോസ് ആയിട്ട് കണക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ചെറിയ രീതിയിലുള്ള ഒരു കറന്റ് ഫ്ലോ നമുക്ക് അവിടെ മെഷർ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ ഇതാണ് നമുക്ക് ഈ ഒരു പറയുന്ന സോളാർ സെല്ലിന്റെ വർക്കിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഒരു ഫോട്ടോ വോൾട്ടായിക് സെല്ലിന്റെ ഉള്ളിൽ എങ്ങനെയാണ് വർക്കിംഗ് നടക്കണേന്ന് നമുക്ക് നോക്കാം അല്ലെ. ഇപ്പൊ ഒരു എനർജി വന്നിട്ട് ഇപ്പൊ ഇത് സണ്ണാണ്, ഇതിൽ നിന്ന് നമുക്ക് ലൈറ്റ് വന്ന് ഫോളോ ചെയ്യാണ്. അപ്പൊ ഇവിടെ നമുക്കൊരു കൺവേർഷൻ, അതായത് എനർജി നടക്കുന്നുണ്ട് അല്ലെ. എനർജി അബ്സോർബ് ചെയ്യുകയും അത് അവിടെ നിന്ന് ട്രാൻസ്മിറ്റ് ചെയ്ത് എന്ത് ചെയ്യുന്നുണ്ട്, പല സോളാർ പാനൽ, അതായത് ഇതൊരു സോളാർ സെല്ലാണ്. ഇങ്ങനെയുള്ള ഇതാണ് നമ്മൾ ഇവിടെ ഈ ഒരു പാനലിൽ കാണുന്നത്. n നമ്പർ ഓഫ് സോളാർ സെല്ലുകളാണ് കണക്ട് ചെയ്തിരിക്കുന്നത് അല്ലെ. അപ്പൊ എനർജി വന്ന് ഇതിലേക്ക് ഫോളോ ചെയ്യുമ്പോൾ അത് എന്ത് ചെയ്യുന്നുണ്ട്, ഇലക്ട്രോൺസുകളായിട്ട് ഇലക്ട്രിസിറ്റി ആയിട്ട് കൺവേർട്ട് ചെയ്ത് അതാണ് നമ്മൾ ഈ ഒരു ബൾബിലേക്ക് കൊടുത്തിരിക്കുന്നത്. അപ്പൊ നമുക്ക് അങ്ങനെ ഫൈനൽ ആയിട്ട് റിസൾട്ട് എന്താണ്, ഇലക്ട്രിക്കൽ എനർജി. അപ്പൊ ലൈറ്റിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുകയാണ്. ഓക്കെ, ഇതെന്ന് പറയുന്നത് ഒരു സിംഗിൾ സോളാർ സെല്ലാണ്. ഇത് സോളാർ പാനലുകളാണ് നമ്മളിവിടെ കണക്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇനി ഇതിന്റെ VI ക്യാരക്ടറിസ്റ്റിക്സ് ആണ് നമുക്ക് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, ഇതെന്ന് പറയുന്നത് ആ ഒരു ഷോർട്ട് സർക്യൂട്ട് കറന്റ് ആണ് നമുക്ക് കിട്ടുന്നത്. അറ്റ് മാക്സിമം 5 വോൾട്ടേജ് വരെ വരുന്നത്. ഓക്കെ, എന്നാൽ ഇതെന്ന് പറയുന്നത് എന്താണ്, മാക്സിമം പവർ പോയിന്റ്, അതായത് MPP. നമുക്ക് മാക്സിമം പവർ ഏതൊരു പോയിന്റിലാണോ നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യാൻ പറ്റുന്നത് ആ ഒരു വോൾട്ടേജിനാണ് നമ്മൾ മാക്സിമം പവർ പോയിന്റ് MPP എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ ഇത് പറയുന്നത് ഓപ്പൺ സർക്യൂട്ട് വോൾട്ടേജ് ആണ്. അതായത് ഇവിടെ എനിക്ക് കറന്റ് മാക്സിമം ആണ്, അപ്പൊ വോൾട്ടേജ് എന്ന് പറയുന്നത് 0 ആണ് ഷോർട്ട് സർക്യൂട്ട് കറന്റിൽ അല്ലെ. ഷോർട്ട് സർക്യൂട്ടിൽ ഓപ്പൺ സർക്യൂട്ട് ആവുമ്പോൾ എനിക്ക് മാക്സിമം വോൾട്ടേജ് എനിക്ക് ഒബ്റ്റെയിൻ ചെയ്യാനായിട്ട് പറ്റും. പക്ഷെ കറന്റ് എന്ന് പറയുന്നത് എനിക്ക് എന്താണ്, 0 ആണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഏകദേശം കറന്റും വോൾട്ടേജും മാക്സിമം ആയിട്ട് വരുന്ന, അതായത് മാക്സിമം പവർ കിട്ടുന്ന അല്ലെ, നമുക്ക് മാക്സിമം പവർ കിട്ടുന്ന ആ ഒരു ഏരിയയാണ് മാക്സിമം പവർ പോയിന്റ് എന്ന് പറയുന്നത്. അതായത് നമുക്ക് ഈ ഒരു ഏരിയയിൽ എന്താണ്, എനിക്ക് വോൾട്ടേജും എത്രയുണ്ട്, 17 വരുന്നുണ്ട്. കറന്റ് ഏകദേശം 4 വരുന്നുണ്ട്. അപ്പൊ 4 × 7 എന്ന് പറയുമ്പോൾ എത്ര വരുന്നത്, 28 വരുന്നുണ്ട്. സോ മാക്സിമം എനിക്ക് 28 ഇവിടെ പവർ കിട്ടുന്നുണ്ട്. പക്ഷെ ഇവിടെ എത്തുമ്പോഴാണ് നമുക്ക് പവർ മിനിമം ആകും. അതേപോലെ തന്നെ ഇവിടെ നമുക്ക് പവർ മിനിമം ആണ്. അപ്പൊ ഏതൊരു പർട്ടിക്കുലർ പോയിന്റിലാണോ നമുക്ക് മാക്സിമം പവർ ഒബ്റ്റെയിൻ ചെയ്യാൻ പറ്റുന്നത് ആ ഒരു പോയിന്റിനെയാണ് MPP എന്ന് പറയുന്നത്, അതായത് മാക്സിമം പവർ പോയിന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. ഡിറൈവ് ദി EMF ഇക്വേഷൻ ഓഫ് എ സിംഗിൾ ഫേസ് ട്രാൻസ്ഫോമർ. ഒരു സിംഗിൾ ഫേസ് ട്രാൻസ്ഫോമറിന്റെ EMF ഇക്വേഷൻ ഡിറൈവ് ചെയ്യാനാണ് നമുക്ക് പറഞ്ഞിരിക്കുന്നത് അല്ലെ. അപ്പോൾ ഒരു n നമ്പർ ഓഫ് ടേൺസ് ഉള്ള ഒരു വൈൻഡിങ്ങിലുള്ള ഒരു EMF ഇക്വേഷൻ ആണ് ഈ MF അല്ലെങ്കിൽ ERMF is equal to 4.44 into F into N into 5 max ആണ്. അപ്പൊ F എന്ന് പറഞ്ഞാൽ ഫ്രീക്വൻസി ആണ്, N എന്ന് പറയുന്നത് നമ്പർ ഓഫ് ടേൺസ് ആണ്, 5 എന്ന് പറയുന്നത് ഫ്ലക്സ് ഡെൻസിറ്റി, N നമ്പർ ഓഫ് ടേണിംഗ്സ് ഇൻ ദ പ്രൈമറി വൈൻഡിങ്സ്, N2 എന്ന് പറയുന്നത് സെക്കൻഡറി വൈൻഡിങ്ങിലാണ്. അപ്പൊ ഫാരഡേസ് ലോ ഓഫ് ഫ്ലക്സ് ചേഞ്ച്, ഫാരഡേസ് ലോ അനുസരിച്ച് നമുക്ക് ഫ്ലക്സ് ചേഞ്ച് എന്ന് പറയുന്നത് എന്താണ്, -5m മുതൽ +5m മുതൽ -5m വരെയാണ് അല്ലെ. ഓരോ ഹാഫ് സൈക്കിൾ 1/2 F സെക്കൻഡ്സിൽ നമുക്ക് എങ്ങനെ വരുന്നത്, +5m മുതൽ -5m വരെയാണ്. അപ്പൊ ഈ ഒരു ഇക്വേഷൻ ആണ് നമുക്ക് ഡിറൈവ് ചെയ്യേണ്ടത്. നമുക്ക് നോക്കാം എങ്ങനെയാണെന്നുള്ളത്.
അപ്പോൾ ഒരു പ്രൈമറി വൈൻഡിങ്ങിൽ E1 എന്ന് പറയുന്നത് ആ പ്രൈമറി വൈൻഡിങ്ങിൽ വരുന്ന ഇൻഡ്യൂസ്ഡ് EMF-നുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താണ്? E1 is equal to minus d∅/dt ആണ്. നമുക്കറിയാം ഫ്ലക്സ് എന്ന് പറയുന്നത് എന്താണ്? Phi is equal to N1 phi ആണ് അല്ലെ? നമ്പർ ഓഫ് ടേൺസ് ഇൻറ്റു ഫ്ലക്സ് ഡെൻസിറ്റി ആണ് വരുന്നത്. സോ ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. E1 is equal to minus N1 d∅/dt ആണ്. Phi എന്ന് പറഞ്ഞാൽ എന്താണ്? ഡ്യൂ ടു AC ആണ്. അപ്പോൾ AC സപ്ലൈ Phi is equal to എനിക്ക് എന്ത് കൊടുക്കാം? sin omega t, phi m sin omega t കൊടുക്കാം. So E1 is equal to minus N1 d into phi ക്ക് വരും phi m sin omega t by dt കൊടുത്തു. അപ്പോൾ ഞാൻ ഇത് d by dt ആണ് ടൈമിന്റെ ബേസിസിൽ അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്തു. സോ N1 omega into phi m into sin omega t എന്ന് പറഞ്ഞാൽ എന്താണ്? മൈനസ് കോസ് ഒമേഗ ടി ഇൻറ്റു ഒമേഗ ആണ് അല്ലേ? സോ അപ്പോൾ കോസ് ഒമേഗ ടി ഇവിടെ ഒരു ഒമേഗ കൊടുത്തു, മൈനസും മൈനസും പ്ലസ് ആയി. സോ എനിക്ക് എന്താ വരുന്നത്? E1 is equal to N1 omega phi m into cos omega t ആണ് വരുന്നത്. അപ്പോൾ ഈ cos omega t എനിക്ക് എന്ത് എഴുതാം? sin omega t minus pi/2 എന്ന് എഴുതാം. കാരണം ഇൻഡ്യൂസ്ഡ് EMF എന്ന് പറയുന്നത് ഒരു 90 ഡിഗ്രി ലാഗ് ആണ് നമുക്ക് വരുന്നത്. ഓക്കെ, അപ്പോൾ മാക്സിമം വാല്യൂ ഓഫ് EMF നമുക്ക് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും? നോക്കൂ, E1 max is equal to n into omega into phi m ആണ് വരുന്നത് അല്ലേ? സോ ഒമേഗ എന്ന് പറഞ്ഞാൽ 2πf ആണ്. അപ്പോൾ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യൂ. E1 max is equal to 2πf into N1 phi m വരുന്നു. അപ്പോൾ RMS വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? E1 max by √2 ആണ്. നമുക്കത് അറിയുന്ന ഇക്വേഷൻ ആണ്. അപ്പോൾ E1 എന്താണെന്ന് അറിയാം, E1 max അറിയാം അല്ലേ? സോറി, E1 max നമുക്കറിയാം. അപ്പോൾ E1 ന്റെ വാല്യൂക്ക് കൊടുത്തു നോക്കൂ. E1 is equal to E1 max എന്ന് പറഞ്ഞാൽ 2πf to N1 phi m ആണ് അല്ലേ? അതേ ബൈ √2 ആണ്. അപ്പോൾ √2 ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ √2 into pi f N1 phi m ആണ് വരുന്നത്. പൈയുടെ വാല്യൂ എത്രയാണ്? 3.14 ആണ്. ഈ വാല്യൂസും അതായത് √2 into 3.14 എന്ന് പറഞ്ഞാൽ എനിക്ക് എത്രയാണ് വരുന്നത്? 4.44 into f into N1 phi m. ഇതെന്ന് പറയുന്നത് പ്രൈമറി വൈൻഡിങ്ങിൽ വരുന്നതാണ് അല്ലേ? അപ്പോൾ ഇതേപോലെ തന്നെയാണ് നമുക്ക് സെക്കൻഡറി വൈൻഡിങ്ങിലും വരുന്ന ഇക്വേഷൻ. നോക്കൂ, E1 is equal to 4.44 into f into N1 phi m വരും. ഇവിടെ E2 എന്ന് പറയുമ്പോൾ എന്താണ്? N1 വരും, N2 വരും. ബാക്കി എല്ലാം സെയിം ആണ് അല്ലേ? അപ്പോൾ ഈ രണ്ട് ഇക്വേഷൻസ് നമുക്ക് ഇതാക്കാൻ എന്ത് വരും? E2 by E1 is equal to ഇങ്ങനെ വരും. അതായത് ഇവിടെ നമുക്ക് എന്താണ്? ഈ ടേം ക്യാൻസൽ ആകും. 4.41 f പോകും, phi m പോകും അല്ലേ? N2 by N1 വരും. അപ്പോൾ E2 by E1 is equal to N2 by N1 which is equal to K ആണ് വരുന്നത്. അപ്പോൾ ഈ ഒരു ഇക്വേഷനെയാണ് നമ്മൾ ടേൺ റേഷ്യോ എന്ന് പറയുന്നത്. K ആണ് നമുക്ക് ട്രാൻസ്ഫോർമേഷൻ റേഷ്യോ എന്നുള്ളത് പറയുന്നത്. ഓക്കെ, അപ്പോൾ EMF ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താണ്? 4.44 into f N2 phi m. അതുപോലെ തന്നെ E1 എന്ന് പറയുന്നത് 4.44 into f N1 phi m ആണ് വരുന്നത്. K എന്ന് പറയുന്നത് ട്രാൻസ്ഫോർമേഷൻ റേഷ്യോ ആണ്. അപ്പോൾ ഈ ഒരു രണ്ട് ഇക്വേഷൻ നമുക്ക് എന്ത് കൊടുക്കാം നോക്കൂ. phi m is equal to bm x ay കൊടുക്കാം. അതായത് A എന്ന് പറഞ്ഞാൽ ഏരിയ ഓഫ് അയൺ ആണ്, bm എന്ന് പറഞ്ഞാൽ മാക്സിമം വാല്യൂ ആണ്, ഫ്ലക്സ് ഡെൻസിറ്റിയുടെ മാക്സിമം വാല്യൂ. സോ E1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യൂ. E1 is equal to 4.44 into N1 f bm ai വോൾട്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ E2 അതുപോലെ തന്നെ വരുന്നുണ്ട് നമുക്ക് അല്ലേ? bm into ai ആണ്. അതാണ് ഞാൻ ഇവിടെ bm into a എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഫോം ഫാക്ടറിനുള്ള ഇക്വേഷൻ എന്താണ്? RMS വാല്യൂ ബൈ ആവറേജ് വാല്യൂ ആണ്. അത് ഞാനൊരു എക്സ്ട്രാ ഇൻഫർമേഷൻ പോലെ തന്നിരിക്കുകയാണ്. ഫോം ഫാക്ടർ is equal to 1.11 ആണ് സിംഗിൾ ഫേസ് ട്രാൻസ്ഫോർമറിൽ വരുന്നത്. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്. എ DC motor connected to 240 volt supply has an armature resistance of 0.15 ohm. Calculate the armature current and when the back EMF is 213 volt ആണ് വരുന്നത് അല്ലേ? അപ്പോൾ ഒരു മോട്ടറിന്റെ വോൾട്ടേജ് നമുക്ക് അതായത് EB തന്നിട്ടുണ്ട്. അല്ല, EB അല്ല, വോൾട്ടേജ് സപ്ലൈ വോൾട്ടേജ് ആണ് 240 എന്ന് പറയുന്നത്. EB എന്ന് പറയുന്നത് 213 ആണ്. ആർമേച്ചർ റെസിസ്റ്റർ തന്നിട്ടുണ്ട്. ആർമേച്ചർ കറന്റ് IA ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മുടെ ബാക്ക് EMFനുള്ള ഒരു ഇക്വേഷൻ നമുക്കറിയാം. EB is equal to V minus IA RA ആണ്. ഇതിൽ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് ആർമേച്ചർ കറന്റ് ആണ്. IA is equal to V minus EB by RA ആണ് വരുന്നത് അല്ലേ? IA എന്ന് പറഞ്ഞാൽ ആർമേച്ചർ കറന്റ്, V എന്ന് പറഞ്ഞാൽ സപ്ലൈ വോൾട്ടേജ്, EB എന്ന് പറയുന്നത് ബാക്ക് EMF, RA എന്ന് പറയുന്നത് ആർമേച്ചർ റെസിസ്റ്റൻസ് ആണ്. സോ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യൂ. 240 minus 213 by 0.5 which is equal to 180 ആംപിയർ ആണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഇക്വേഷൻ പഠിച്ചു വെക്കണം. ഇതിൽ നിന്ന് നമുക്കൊരു പ്രോബ്ലം എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. എ 3-phase 4-pole ഇൻഡക്ഷൻ മോട്ടോർ is supplied from 3-phase 50 Hz AC supply. Calculate the rotor frequency when the rotor runs at 600 RPM. ഒരു 3-phase 4-pole ഇൻഡക്ഷൻ മോട്ടോർ സപ്ലൈ ചെയ്തിരിക്കുന്നത് ഒരു 3-phase 50 Hz AC സപ്ലൈയിലാണ്.
റോട്ടർ ഫ്രീക്വൻസി നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം. റോട്ടർ റൺ ചെയ്യുന്നത് 600 RPM ലാണ് അല്ലേ. അപ്പോൾ 3 ഫേസ് ഇൻഡക്ഷൻ മോട്ടോറിൽ വരുന്ന സിങ്ക്രണസ് സ്പീഡിന്റെ ഇക്വേഷൻ എന്താണ്? NS equal to 120F/P ആണ്. S is equal to NA minus NR/NS ആണ് വരുന്നത്. NS എന്ന് പറഞ്ഞാൽ സിങ്ക്രണസ് സ്പീഡ്, NR എന്ന് പറഞ്ഞാൽ റോട്ടർ സ്പീഡ്, S എന്ന് പറഞ്ഞാൽ സ്ലിപ്പ് ആണ്. ഈ S എന്ന് പറയുന്നത് സ്ലിപ്പ് ആണ്. F എന്ന് പറയുന്നത് എന്താണ്? സപ്ലൈ ഫ്രീക്വൻസി. P എന്ന് പറയുന്നത് നമ്പർ ഓഫ് പോൾസ് ആണ്. അപ്പോൾ നോക്കൂ, സ്ലിപ്പ് സ്പീഡ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഡിഫറൻസ് ബിറ്റ്വീൻ ദ സിങ്ക്രണസ് സ്പീഡ് അതുപോലെ തന്നെ ആക്ച്വൽ സ്പീഡ് ആണ് വരുന്നത്. സ്ലിപ്പ് സ്പീഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഈസ് ഈക്വൽ ടു S ഇൻറ്റു NS ഇസ് ഈക്വൽ ടു NS മൈനസ് NR ആണ്. റോട്ടർ സ്പീഡ് എന്താണ്? NR ഇസ് ഈക്വൽ ടു 1 മൈനസ് S ഇൻറ്റു NS ആണ്. അതായത് ഞാനിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ റോട്ടർ ഫ്രീക്വൻസി എന്താണ്? FR ഇസ് ഈക്വൽ ടു S ഇൻറ്റു F ആണ്. P നമുക്കറിയാം 4 ആണ്. F നമുക്ക് തന്നിട്ടുണ്ട്, NR തന്നിട്ടുണ്ട്. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യൂ. സിങ്ക്രണസ് സ്പീഡ് NS ഇസ് ഈക്വൽ ടു 120F/P ആണ്. അതെനിക്ക് 1500 RPM കിട്ടിയിട്ടുണ്ട്. ഇനി ഞാൻ സ്ലിപ്പ് കണ്ടുപിടിച്ചു. NS മൈനസ് NR/NS ആണ്. 1500 മൈനസ് 600/1500 ആണ്, വിച്ച് ഇസ് ഈക്വൽ ടു 0.6 ആണ്. ഇനി ഞാൻ റോട്ടർ ഫ്രീക്വൻസി ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. S into F, which is equal to 0.6 into 50, which is equal to 30 Hz ആണ് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ ഒരു സെക്കൻഡ് മൊഡ്യൂളിന്റെ പാർട്ട് B ആയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. താങ്ക് യു.